അഗ്നി ആരാധകനായി ജനിച്ച് അഗ്നി ആരാധനയിൽ ജീവിച്ച ആ മനുഷ്യൻ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അഗ്നി ആരാധന മടുത്തിട്ട് ഇതൊന്നും ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ക്രിസ്ത്യൻ പാതിരിയുടെ കൂടെ കൂടുകയാണ്, ഒരു പള്ളിയിലച്ഛന്റെ കൂടെ ജീവിക്കാണ്. എന്നിട്ട് ആ ക്രിസ്ത്യൻ പാതിരിനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ക്രിസ്ത്യൻ പാതിരി ഇദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും സത്യസന്ധതയൊക്കെ കണ്ടിട്ട് ക്രിസ്ത്യൻ പാതിരി സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, സൽമാനെ, നീ അന്വേഷിക്കുന്ന സത്യം അത് ഇനി അറേബ്യയിൽ ഈത്തപ്പന കായ്ക്കുന്ന നാട്ടിൽ ഒരു പ്രവാചകൻ വരാനുണ്ട് എന്നാണ്. ആ പ്രവാചകനെ നീ സ്വീകരിക്കണമെന്ന് സൽമാനുൽ ഫാരിസിനോട് ഈ ക്രിസ്ത്യൻ പാതിരി പറഞ്ഞെടുക്കാണ്. 3 അടയാളങ്ങളും അദ്ദേഹം പറഞ്ഞെടുക്കുന്നുണ്ട് അല്ലേ. അദ്ദേഹം സ്വതക്കയിൽ നിന്ന് ഭക്ഷിക്കുകയില്ല, അദ്ദേഹം ഹദിയയിൽ നിന്ന് ഭക്ഷിക്കും, അദ്ദേഹത്തിന്റെ മുതുകത്ത് പ്രവാചകത്വത്തിന്റെ മുദ്രയുണ്ടാകും എന്ന 3 അടയാളങ്ങൾ ആ ക്രിസ്ത്യൻ പാതിരി ആ പേർഷ്യക്കാരനായ മജൂസിയായ സൽമാന് പറഞ്ഞെടുക്കുകയാണ്. അങ്ങനെ ഒരു പ്രവാചകൻ മദീനയിൽ വന്നു എന്ന വിവരം കേൾക്കുമ്പം കുറച്ച് ഈത്തപ്പഴവുമായിട്ട് സൽമാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വരുന്നുണ്ട്. എന്നിട്ട് ആദ്യത്തെ ദിവസം വരുമ്പം നബിനെ കാണുമ്പം ആ ഈത്തപ്പഴം കൊടുക്കും. ഇത് സ്വതക്കയാണ് നബി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതെല്ലാവർക്കും വിതരണം ചെയ്തു. സൽമാൻ അങ്ങനെ നോക്കിക്കാണ്, എന്താണ് ആ ഈത്തപ്പഴം കൊണ്ട് നബി കാട്ടണെന്ന് നോക്കിക്കാണ്. എല്ലാവർക്കും കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് തിന്നില്ല. 2ാമത്തെ ദിവസം വീണ്ടും സൽമാൻ വന്നു, കുറച്ച് ഈത്തപ്പഴവുമായിട്ട് വരികയാണ്. അന്ന് നബിക്ക് കൊടുത്തപ്പോൾ പറഞ്ഞു, നബി ഇതിന്റെ സമ്മാനമാണ്, ഹദിയയാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ നിന്ന് ഭക്ഷിച്ചു. എന്നിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ കൊടുത്തു. അത് ചെയ്ത ഉടനെ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, താങ്കളുടെ മുതുകെനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. ആ മുതുക് കണ്ടു, അവിടെ പ്രവാചക മുദ്ര കണ്ടു. അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി. നിങ്ങൾ ആലോചിച്ച്, ഒരു പേർഷ്യയിൽ ജനിച്ച് മജൂസിയായി ജീവിച്ചൊരു മനുഷ്യൻ കുറച്ചു കാലം ഒരു പള്ളിയിലച്ഛന്റെ കൂടെ ക്രിസ്ത്യാനിയായി ജീവിച്ച് അവിടുന്ന് ആ ക്രിസ്ത്യൻ പാതിരി ഒരു പ്രവാചകന്റെ വരാനിരിക്കുന്ന പ്രവാചകന്റെ അടയാളം പറഞ്ഞു കൊടുത്ത് ആ പ്രവാചകനെ കാണാൻ വേണ്ടി മദീനയിൽ വന്ന് ജീവിക്കുന്ന ഒരു പേർഷ്യക്കാരനായ മനുഷ്യൻ. ആ മനുഷ്യനെയാണ് സഹോദരങ്ങളെ, അദ്ദേഹമാണ് ഖന്തക്ക് യുദ്ധത്തിന്റെ തന്ത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖന്തക്ക് യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ അവിടെ കിടങ്ങ് കയറി, മദീന എന്ന് പറഞ്ഞ 3 ഭാഗവും മലകളാൽ ചുറ്റപ്പെട്ട മദീനയെ, ആ മദീനയിലേക്കുള്ള ഒരൊറ്റ ആക്സസേ ഉള്ളൂ. ബാക്കിയൊക്കെ മല കയറി ചാടി വരണം മദീനയിലേക്ക്. മലല്ലാതെ സമതലത്തിലൂടെ ഒരൊറ്റ സ്ഥലത്തിലൂടെ മദീനയിലേക്ക് വരാൻ പറ്റുള്ളൂ. ബാക്കി 3 ഭാഗവും മലകളാണ്. അതുകൊണ്ട് ആ വരാനുള്ള ഭാഗത്ത് വലിയ കിടങ്ങ് കീഴിയാൽ നമുക്ക് ശത്രുക്കളെ ഡിഫെൻഡ് ചെയ്യാമെന്ന യുദ്ധതന്ത്രം പറഞ്ഞു കൊടുത്തത് ആരാണ്? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ആ സൽമാനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു പ്രഖ്യാപനമുണ്ട്. ഇബ്നു ഹിബ്ബാൻ സഹീഹായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സൽമാനും മിൻ അഹ്ലിൽ ബൈത്ത്. സൽമാൻ നബി കുടുംബത്തിൽപ്പെട്ടവനാണ് അല്ലേ. പേർഷ്യയിൽ ജനിച്ച് മജൂസിയായി ജീവിച്ച് മദീനയിലെത്തി പ്രവാചകനെ കണ്ട് മുസ്ലിമായ മനുഷ്യനെ കുറിച്ച് അഹ്ലുൽ ബൈത്ത്പ്പെട്ടവനാണ് സൽമാൻ എന്ന് പ്രഖ്യാപിക്കാൻ സഹോദരങ്ങളെ, എന്ത് പണമാണ്, എന്ത് പ്രശസ്തിയാണ്, എന്ത് അധികാരമാണ് സൽമാൻ ഉണ്ടായിരുന്നത്. ഇല്ല സഹോദരങ്ങളെ, ഇസ്സത്ത് നൽകുന്നത് പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവാണ് അല്ലേ. എന്താണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അടുത്ത് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്താണ് ഉബയ്യേ, നിനക്ക് സൂറത്തുൽ ബയ്യിന ഓതി തരാൻ വേണ്ടിയിട്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കി, അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. എന്ത് അള്ളാഹ് പറഞ്ഞേക്കാണ് നബിനോട്, എന്ത് ഉബയ്യ് ഇബ്നു കഅബിന് സൂറത്തുൽ ബയ്യിന ഓതി കൊടുക്കണമെന്ന്. നിങ്ങൾ ആലോചിക്കി, അള്ളാഹ് വഹി ഇറക്കിയേക്ക, അള്ളാഹ് നബിക്ക് വഹി കൊടുത്തേക്ക, ഉബയ്യ് ഇബ്നു കഅബിന് സൂറത്തുൽ ബയ്യിന ഓതി കൊടുക്കണമെന്ന്. അത് ഉബയ്യിനോട് വന്നിട്ട് നബി പറയാണ്, ഉബയ്യേ, പടച്ചോൻ പറഞ്ഞകണ് എനിക്ക് ബയ്യിന ഓതി തരാൻ. അപ്പോ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് അദ്ദേഹം മതിമറക്കാണ്. കാരണം എന്താണ്? അള്ളാഹു എന്റെ പേര് പറഞ്ഞു എന്നാണ് ഉബയ്യ് ചോദിക്കുന്നത്. അള്ളാഹു ഉബയ്യ് എന്നുള്ള പേര് പറയണ്ടേ? കാരണം ഉബയ്യിന് ഓതി കൊടുക്കണമെങ്കിൽ അള്ള പറയണല്ലോ, ഉബയ്യ് എന്നുള്ള പേര് പറയണല്ലോ. അള്ള ഉബയ്യ് എന്നുള്ള എന്റെ പേര് പറഞ്ഞോ നബിയെ എന്ന് ഉബയ്യ് സന്തോഷം കൊള്ളുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചോക്കി, ആരും ഓർക്കപ്പെടാൻ എന്ത് പ്രശസ്തിയും പണവും അധികാരമാണ് ഉബയ്യിന്റെ. ഒന്നുമില്ല, അദ്ദേഹത്തിന് ഖുർആനോടുള്ള താല്പര്യമാണ് അതിൽ നിന്ന് കാണിക്കുക. കാരണം അദ്ദേഹം നന്നായി ഖുർആൻ പഠിച്ചിരുന്നു, നന്നായി ഖുർആൻ പാരായണം ചെയ്തിരുന്നു. ഖുദു അൽ ഖുർആന മിൻ അർബഅ എന്ന ഹദീസ് കാണാൻ പറ്റും. നിങ്ങൾ 4 ആളുകളിൽ നിന്ന് ഖുർആൻ പഠിക്കണം. ഖുദു അൽ ഖുർആന മിൻ അർബഅ എന്ന് പറഞ്ഞ ആ 4 ആളുകളിൽപ്പെട്ട വ്യക്തിയാണ് മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ആ ഖുർആനോടുള്ള സ്നേഹമാണ്, അല്ലാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹമാണ് അദ്ദേഹത്തിന് ആ പദവി കിട്ടാൻ കാരണം. ഇത് 2-3 ഈ ചരിത്രങ്ങളൊന്നും ഇവിടെ പറഞ്ഞാൽ നേരം വെളുക്കോളം പറയണ്ട്. 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞുള്ളൂ സഹോദരങ്ങളെ. ശുഐബ് റൂമി അല്ലേ, ശുഐബ് റൂമി മദീനയിൽ മക്കയിൽ കച്ചവടക്കാരനായി ജീവിച്ച് ഒന്നുമില്ലാതെ ഉണ്ടാക്കിയ സമ്പത്ത്
സമ്പത്ത് മുഴുവൻ മക്കയിൽ ഉപേക്ഷിച്ച് മദീനയിലേക്ക് വന്ന് ഹിജ്റ വന്ന വെറും കൈയോടെ മദീനയിലേക്ക് ഹിജ്റ വന്ന ആ ശുഐബിനെ പറ്റി അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതേപോലെ ഓരോ ആളുകളെ പറ്റി സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്സത്ത് സഹോദരങ്ങളെ അത് ഇസ്ലാം നൽകുന്നതാണ്, അത് അള്ളാഹു നൽകുന്നതാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്കുണ്ട് അല്ലേ, ഇസ്ലാമാണ് ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകിയത് എന്നാണ്, ഇസ്ലാമാണ് ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകിയത് എന്നാണ് അല്ലേ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദിസ് മുസ്ലിങ്ങൾക്ക് അധീനയിൽ വരികയാണ്. അത്രയും കാലം യഹൂദരുടെ കൈവശമുണ്ടായിരുന്ന ബൈത്തുൽ മുഖദ്ദിസ് അത് മുസ്ലിങ്ങൾക്ക് അധീനയിലേക്ക് വരികയാണ് അല്ലേ. യുദ്ധം മുസ്ലിങ്ങൾ ജയിച്ച് അത് ബൈത്തുൽ മുഖദ്ദിസ് മുസ്ലിങ്ങൾക്ക് അധീനയിലേക്ക് വന്നപ്പം അത് സ്വീകരിക്കാൻ അതിന്റെ ചാവി ഇതിന്റെ സേനാ നായകന് കൊടുത്തില്ല എന്നാണ്. സാധാരണ ഏതൊരു സ്ഥലത്ത് വിജയിക്കുമ്പോഴും അവിടുത്തെ കൊട്ടാരം അതിന്റെ എല്ലാ താക്കോലും സേനാനായകനാണ് കിട്ടുക. പക്ഷേ ബൈത്തുൽ മുഖദ്ദിസിന്റെ കീ അത് സേനാനായകന് കൊടുക്കൂല, അത് നിങ്ങളുടെ ഖലീഫയ്ക്ക് തരുള്ളൂ എന്നാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഖലീഫ മദീനയിൽ നിന്ന് വരണം എന്ന് അവിടെ യഹൂദ റബ്ബിമാര് ശാഠ്യം പിടിച്ചപ്പം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്ത് നിന്ന് ബൈത്തുൽ മുഖദ്ദിസിലേക്ക് അതിന്റെ ചാവി വാങ്ങാൻ വേണ്ടി പോവാണ്. ആരൊക്കെ പോണവരെ? രണ്ടാൾക്കാരാണ് പോണ്. ഒന്ന് ഉമർ റളിയല്ലാഹു അൻഹു, രണ്ട് ഉമർ അള്ളാഹുവിന്റെ കൂടെ ഉമർ അള്ളാഹുവിന്റെ ഭൃത്യൻ. ഈ രണ്ടാളുകൾ നടന്ന് ഒരു കഴുതപ്പുറത്ത്, ആകെ നല്ല എന്താ പറയാ, ഒരാളെ മാത്രം ചുമക്കാൻ കഴിവുള്ള ഒരു കഴുതന്റെ പുറത്താണ് പോണത്. അപ്പോ കുറച്ചേരം ഉമർ അള്ളാഹുവിന് കയറും, എന്നിട്ട് മറ്റേ ആൾ അതിന്റെ കൂടെ നടക്കുന്ന ആള് ക്ഷീണിക്കുമ്പോ എന്ത് ചെയ്യും, നടക്കുന്ന ആള് കഴുതന്റെ പുറത്ത് കയറും, കഴുതന്റെ പുറത്തുള്ള ആള് പിന്നെ നടക്കും. അങ്ങനെ മദീനയിൽ നിന്ന് ഫലസ്തീൻ വരെ ബൈത്തുൽ മുഖദ്ദിസ് വരെ ഒരു കഴുത വെച്ച് രണ്ടാളിങ്ങനെ വരികയാണ് ഈ ചാവി വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്തെത്തുമ്പം അവിടെ ഇസ്ലാമിക സേനാനായകൻ കാത്തു നിൽക്കുകയാണ് ഉമർ അള്ളാഹുവിനെ. അവിടെ ചുവന്ന പരവതാനിയൊക്കെ വിരിച്ചിട്ടുണ്ട് ഖലീഫക്ക് വേണ്ടിയിട്ട്. ഖലീഫ വരുന്നങ്ങനെ 17 സ്ഥലത്ത് കീറിയ കുപ്പായിട്ടിട്ടാണ് ഉമർ അള്ളാഹുവിന് വരുന്നത്. 17 സ്ഥലത്ത് കീറിയ കുപ്പായം അല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു എല്ലാവർക്കും ബൈത്തുൽ മാലിൽ നിന്ന് വസ്ത്രം കൊടുത്തിരുന്നു. അപ്പൊ ഉമർ അള്ളാഹുവിന് നല്ല സൈസും തണ്ടും തടിയുള്ള മനുഷ്യനാണ് അല്ലെ. എല്ലാവർക്കും 2 മീറ്റർ കൊടുക്കുന്നുണ്ട്. പണ്ടൊക്കെ റേഷൻ പീടിയെന്നും മാവേലിന്നൊക്കെ ഓണത്തിനൊക്കെ തുണി ഇട്ടിയൊക്കെ ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും. പണ്ടത്തെ കാലത്ത് 2 മീറ്റർ ആണെന്ന് എല്ലാവർക്കും ഒരാൾക്ക് തുണി കൊടുക്കുക. 2 മീറ്റർ ഒരു കണക്കുണ്ടായിരുന്നു. പക്ഷെ ആ കണക്കിൽ കിട്ടുന്ന തുണി കൊണ്ട് ഉമർ അള്ളാഹുവിനെ അടിച്ചാൽ കഴിയില്ല, കാരണം നല്ല സൈസുള്ള മനുഷ്യനായിരുന്നു. അപ്പൊ കുത്തുബ പറയുമ്പം ഒരാൾ നിന്ന് ചോദിച്ചതാണ്, എല്ലാവർക്കും കൊടുത്ത ബൈത്തുൽ മാലിൽ നിന്ന് കൊടുത്ത എല്ലാവർക്കും കൊടുത്ത തുണി കൊണ്ട് ഉമറെ താങ്കൾക്ക് കുപ്പായ അടിച്ചാൽ തികയില്ലല്ലോ, പക്ഷെ താങ്കൾ വലിയ കുപ്പായാണല്ലോ ഇട്ടുന്നത്, അത് ഉടുന്നടിച്ചു എന്നാ ചോദിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി എന്തോ, ഞാൻ എന്റെ മകൻ്റെതും എന്റെയും കൂടി ഇല്ല, 2 ഓരി കൊണ്ട് അടിച്ച കുപ്പായാണത്, 2 ഓരി കൊണ്ട് അടിച്ച കുപ്പാന. അങ്ങനത്തെ കുപ്പായിട്ട് 17 സ്ഥലത്ത് തുന്നിയിട്ട് കീറി 17 സ്ഥലത്ത് തുന്നിയ കുപ്പായിട്ടിട്ടാണ് ബൈത്തുൽ മുഖദ്ദിസിലേക്ക് ഈ ചാവി വാങ്ങാൻ വേണ്ടി വരുന്നത്. അപ്പോ അവിടെ നിന്ന് ഇസ്ലാമിക സേനാനായകൻ കണ്ടിട്ട് ഉമർ അള്ളാഹു ചോദിക്കാണ്, നല്ലൊരു കുപ്പായ ഞങ്ങൾ ഇവിടുന്ന് സംഘടിപ്പിച്ച് തരട്ടെ, അത് ഇട്ടിട്ട് വാങ്ങിയാൽ പോരെ ഇത് അല്ലേ, നമ്മളിപ്പോ ഒരു ചടങ്ങിന് വരുമ്പോ അങ്ങനല്ലേ, നല്ലൊരു കുപ്പായ ഇട്ടിട്ട് വാങ്ങിയാൽ പോരെ ആ താക്കോല് എന്ന് ചോദിച്ചപ്പം ഉമർ അള്ളാഹു പറഞ്ഞ മറുപടിയാണ്, ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകിയത് ഇസ്ലാമാണെന്നാണ്, ഞങ്ങൾക്ക് പ്രതാപം നൽകിയത് ഇസ്ലാമാണെന്നാണ്. ഞങ്ങൾ പ്രതാപമില്ലാതെ, നിങ്ങൾക്ക് അറബികൾ ആരായിരുന്നു ചരിത്രം പരിശോധിച്ച ഏതൊരാൾക്കും മനസ്സിലാകും. അറേബ്യ എന്ന നാടിന്റെ അപ്പുറമുള്ളതും ഇപ്പുറമുള്ള 2 നാടുകൾ, അവിടെ ആരാണ്? ഒരു ഭാഗത്ത് റോമക്കാരാണ്, മറ്റേ ഭാഗത്ത് പേർഷ്യക്കാരാണ്. 2 ഡൈനാസ്റ്റികളാണ്. ലോക ചരിത്രത്തിൽ 700-900 വർഷങ്ങളും ലോകത്തെ കൈയടക്കിയ 2 വലിയ ശക്തികൾ, സാമ്രാജ്യ ശക്തികൾ, പേർഷ്യൻ രാജാക്കന്മാരും റോമൻ രാജാക്കന്മാർക്കുമിടയിൽ ലോകത്ത് ആരും ശ്രദ്ധിക്കപ്പെടാത്ത, കൃഷി പോലും നടക്കാൻ സാധ്യമല്ലാത്ത ഒരു വരണ്ട ഭൂമിയായ അറേബ്യ എന്ന ഒരു കൊച്ചുനാട്. അത് ഈ 2 ആളുകൾക്കും വേണ്ട. റോമക്കാരും അറേബ്യയെ ആക്രമിച്ചിട്ടില്ല, പേർഷ്യക്കാരും അറേബ്യയെ ആക്രമിച്ചിട്ടില്ല. കാരണം ആ സ്ഥലം ആർക്കും വേണ്ടാത്ത സ്ഥലമാണ്. അവിടെ ഒന്നുമില്ല, ഒരു നാഗരികതയില്ല, ഒരു കൃഷിയില്ല, ഒന്നുമില്ലാത്ത വരണ്ട ഭൂമി ആർക്ക് വേണം? നിങ്ങൾ ലോക ചരിത്രം പരിശോധിച്ച് നോക്കി, ആ പേർഷ്യന്റെയും റോമന്റെയും ഇടയിലുള്ള ആർക്കും വേണ്ടാത്ത, കൃഷിക്ക് പോലും യോഗ്യമല്ലാത്ത ആ ഒരു ചെറിയ മരുഭൂമിയിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സംസ്കാരം ഉണ്ടായി എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, എന്താണ് അറേബ്യയിൽ സംഭവിച്ചത്? അവിടെ ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചു എന്നത് മാത്രമാണ് അല്ലേ. അവിടെ ഒരു കൃഷിക്ക് വെള്ളമല്ല, അവിടെ ഒരു കൃഷിയില്ല. നിങ്ങൾ ഇന്നും മക്കത്ത് പോയാൽ നമുക്കറിയാം എന്താ മക്കത്തുള്ളത്. നിങ്ങൾ ആ ക്യാബ് ഇല്ലെങ്കിൽ അവിടുത്തെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. വെറും ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ഭൂമി മാത്രമാണ്. അവിടെ ആളും മനുഷ്യരൊക്കെ ഉണ്ടായത് ആ ക്യാബ് ഉള്ളത് കൊണ്ടാണ് അല്ലേ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് എല്ലാ തരത്തിലുള്ള ഭക്ഷണവും എല്ലാം അവിടെ കിട്ടും. അതൊന്നും അവിടെ ഉണ്ടാക്കിയതല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ 2 സംസ്കാരങ്ങൾ, ഒരു ഭാഗത്ത് റോമക്കാരും മറ്റേ ഭാഗത്ത് പേർഷ്യക്കാരും, ലോകത്തിന്റെ ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്ററുകൾ അധീനപ്പെടുത്തി ജീവിക്കുന്ന
ജീവിക്കുന്ന രണ്ട് വലിയ സാമ്രാജ്യത്വ ശക്തികൾ, അവർക്ക് 700-900 വർഷത്തെ പാരമ്പര്യമുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയുണ്ട് അവർക്ക്, അല്ലേ? ആ സൈനിക ശക്തിയൊക്കെ ഉണ്ടായിട്ടും അവരാരും തിരിഞ്ഞു നോക്കാത്ത അതിൻ്റെ ഇടയിലുള്ള ചെറിയ ഒരു വരണ്ട മരുഭൂമിയാണ് അറേബ്യ എന്ന് പറയപ്പെടുന്നത്. ആ അറേബ്യയിൽ ഒരു പ്രവാചകൻ ജനിക്കാണ്. ആ അറേബ്യയിൽ അള്ളാഹു ഒരു പ്രവാചകനെ നിയോഗിച്ചു. വേറൊന്നും അവിടെ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. ആ പ്രവാചകൻ അവിടെ 23 വർഷം ജീവിച്ചു. 23 വർഷം ജീവിച്ചു. അന്നത്തെ അറബുകളുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. അവിടെ പ്രത്യേകിച്ച് വിവാഹ നിയമങ്ങളില്ല. ഒരാൾക്ക് എത്ര പേരെയും കല്യാണം കഴിക്കാം. ഞാൻ മരിച്ചാൽ എൻ്റെ ഭാര്യമാരെ എൻ്റെ സ്വത്ത് ഓരിക്കുന്നത് പോലെ മക്കൾ ഓരി വെച്ചെടുക്കും, അല്ലെ? സ്വന്തം പിതാവിന്റെ ഭാര്യമാരെ എന്ത് ചെയ്യും? മക്കള് സ്വത്തോരിക്കുന്നത് പോലെ ഓരി വെച്ചിരുന്ന ഒരു കാലം. ഒരാൾക്ക് എത്രയും കല്യാണം കഴിക്കാവുന്ന, എത്രയും സ്ത്രീകളുമായി കല്യാണം കഴിക്കാവുന്ന, അത് കല്യാണത്തിന് പ്രത്യേകിച്ച് നിയമമില്ലാത്ത ഒരു സംസ്കാരം, അല്ലെ? പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ഒരു സംസ്കാരം. അവിടെയാണ് ഒരു ചെറിയ കാര്യത്തിന് പോലും വർഷങ്ങളോളം യുദ്ധം ചെയ്ത് പക തീർത്തിരുന്ന യുദ്ധക്കുതിയന്മാരായ ഒരു കൂട്ടം ആളുകൾ, അവർക്കിടയിലേക്കാണ് ഒരു പ്രവാചകൻ നിയോഗിതനാകുന്നത്. എന്നിട്ടോ ആ പ്രവാചകൻ 23 വർഷം മാത്രമാണ് അവിടെ പ്രബോധനം ചെയ്തത്. 40 വയസ്സിലാണ് നുബുവത്ത് കിട്ടുന്നത്, അല്ലെ? 13 വർഷം മക്കയിലും 10 വർഷം മദീനയിലും ജീവിച്ചു. 23 വർഷത്തെ പ്രവാചക ജീവിതം കൊണ്ട് അവിടെ ആ ആളുകളെ മാറ്റിയെടുത്തു, അല്ലെ? ദ 100 റാങ്കിങ് എന്ന മൈക്കൽ എച്ച് ഹാർട്ടിന്റെ 100 റാങ്കിങ് എന്ന പുസ്തകത്തിൽ 1ാമത്തെ റാങ്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കാനുള്ള കാരണമായി അദ്ദേഹം പറഞ്ഞത് എന്താണ്? 23 വർഷം കൊണ്ട് ആ ആളുകളെ മുഴുവൻ മാറ്റിയെടുത്ത് ലോകത്ത് തുല്യതയില്ലാത്ത ഒരു സംസ്കാരത്തിന് തുടക്കം കുറിച്ച ഒരു വലിയ മഹാവ്യക്തിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴിവല്ല, അത് അല്ലാഹു നൽകിയ വഹിയാണ്, അത് ഖുർആനാണ്, അത് 23 വർഷത്തെ പ്രവാചക ജീവിതമാണ്, ഹദീസാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ആരാണ് ഉമർ? ഉക്കാള ചന്തയിൽ ഉമർ നല്ല ഡ്രസ് ഇട്ട് നല്ല സുഗന്ധദ്രവ്യങ്ങൾ പൂശി ഉമർ നടന്ന ഒരു കാലഘട്ടം ഉമറിനുണ്ട്. അന്നില്ലാത്തൊരു പ്രതാപം 17 സ്ഥലത്ത് കണ്ടം വെച്ച് തുന്നിയ കോട്ടിട്ടപ്പോൾ, ആ വസ്ത്രമിട്ടപ്പോൾ ഉമറിനുണ്ടായി എന്ന് പറയുമ്പോൾ എന്താണ് ഉമറിന് പ്രതാപം നൽകിയത്? അത് ഉമർലാൻ പറയാണ്, ഞങ്ങൾക്ക് പ്രതാപം നൽകിയത് ഇസ്ലാമാണ്. അല്ലാഹു അല്ലാത്ത ഒന്നിൽ, ഇസ്ലാം അല്ലാത്ത ഒന്നിൽ ആരെങ്കിലും പ്രതാപം അന്വേഷിച്ചാൽ അല്ലാഹു അവരെ നിന്ദ്യരാക്കുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ തലമുറക്ക് എന്താണ് പറ്റിയത്? ഇന്ന് നമുക്ക് അഭിമാനമില്ല. നമ്മുടെ മതത്തിലും നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ കൾച്ചറിലും അള്ളാഹു നൽകിയ അള്ളാഹുവിന്റെ ഈ ശരീഅത്തിൽ നമുക്ക് അഭിമാനമില്ല. നമുക്ക് അപകർഷതാബോധമാണ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. ഇതൊക്കെ എന്തോ പഴഞ്ചനാണ്, കാടനാണ്, കാട്ടറബികളുടേതാണ്, അല്ലേ? ഇതൊക്കെ ഏതോ കാലത്തുള്ളതാണ്, നിങ്ങളൊന്നും ഇന്നത്തെ കാലത്ത് ജീവിക്കേണ്ടതല്ല എന്ന് നമ്മൾ കളിയാക്കപ്പെടുമാറ് നമ്മൾക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ മതത്തെ അതിന്റെ സംസ്കാരത്തെയും കുറിച്ച് നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു അപകർഷതാബോധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അതിൽ നമുക്ക് വലിയ പങ്കുണ്ട്. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്തുകൊണ്ട് ചരിത്രത്തിൽ എവിടെയാണ് ഇസ്ലാമിക സംസ്കാരത്തിന് ഇസ്ലാമിനെ റെപ്രസെന്റ് ചെയ്ത് ജീവിച്ച ആളുകൾ എന്ന് ഇസ്ലാമിനെ ഉയർത്തിപ്പിടിക്കാതിരുന്നോ, ഇസ്ലാമിക മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാതിരുന്നോ സഹോദരങ്ങളെ, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും എന്ന് അകന്നു പോയോ, അന്ന് അവരുടെ പ്രതാപം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്ന് അവരുടെ മേൽ മറ്റുള്ളവർ കുതിര കയറിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ പ്രതാപം, ശരിയായ അള്ളാഹുവിന്റെ പ്രതാപം തിരിച്ചു പിടിക്കണമെങ്കിൽ ഈ കൃത്യമായിട്ട് അള്ളാഹുവും റസൂലും പഠിപ്പിച്ച കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ തയ്യാറാകണം, മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകണം. അത് ശരിയാണ് എന്ന് നമുക്ക് യഖീൻ ഉണ്ടാകണം സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അള്ളാഹു നൽകിയ ഈ ദീനിലല്ലാതെ മറ്റൊന്നിൽ നമ്മൾ പ്രതാപം അന്വേഷിച്ച് പോകേണ്ടവരല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തൗഹീദ് ശരിയാക്കുക എന്നുള്ളതാണ്. നമ്മൾ തിരിച്ചു പോണം ഈ മതത്തിലേക്ക്, ഇതിന്റെ ആദർശത്തിലേക്ക്, ഇതിന്റെ സംസ്കാരത്തിലേക്ക്, ഇതിന്റെ ജീവിത മാതൃകകളിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടതുണ്ട്. അതിനാദ്യം വേണ്ടത് എന്താണ്? ആദ്യം വേണ്ടത് തൗഹീദാണ്. നിങ്ങൾ ജനങ്ങളെ പേടിക്കേണ്ടതില്ല, നിങ്ങൾ എന്നെ പേടിക്കണം എന്നാണ്. മറ്റുള്ളവരെയല്ല നമ്മൾ പേടിക്കേണ്ടത്, അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നൊരവസ്ഥ. അള്ളാഹു അല്ലാത്ത ഒരാളെ ഭയപ്പെട്ടാൽ എന്താ? നിങ്ങൾ എല്ലാത്തിനും ഭയപ്പെടേണ്ടി വരും. അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നവന്റെ നിർഭയ
ഖുറയത്ത് എന്ന് പറഞ്ഞാൽ എന്താ അറിയും, അവൻ അള്ളാഹു അല്ലാത്ത ഒന്നിനെയും ഭയപ്പെടൂല എന്നാണ്. കാരണം എന്താ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ഫർള് നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിയിട്ട് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത എന്നൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ സഹോദരങ്ങളെ, ലാ മാനിഅ ലിമാ അഅ്തൈത, അല്ലാഹുവേ നീ നൽകിയത് മുടക്കാൻ ആരുമില്ല എന്ന് പറയുമ്പോൾ, ഒരു ഓഫീസിലേക്ക് പോകുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് കിട്ടൂലേ? എന്തിനാണ് സഹോദരങ്ങളെ നമ്മൾ ബേജാറാകണത്? നമ്മൾ ശരിക്കും അപ്ലൈ ചെയ്തതാണെങ്കിൽ അത് കിട്ടേണ്ടതാണെങ്കിൽ കിട്ടും. അള്ളാഹു വിചാരിച്ചൊരു സർട്ടിഫിക്കറ്റ്, അള്ളാഹു വിചാരിച്ച എന്തെങ്കിലും ഒരു അംഗീകാരം അതൊരാളെ കൊണ്ട് മുടക്കാൻ സാധിക്കൂല, ഒരാളെ കൊണ്ട് മുടക്കാൻ സാധിക്കൂല. അതാണ് ഈ 5 നേരം നിസ്കാരത്തിന് ശേഷം നമ്മളെ സ്വയം ബോധ്യപ്പെടുത്തുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്ന വാക്കാണ് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത, അല്ലാഹുവേ നീ വിലക്കിയത് തരാൻ ആരുമില്ല, നീ തന്നത് തടയാൻ ആരുമില്ല എന്ന് നമ്മൾ പറയണം. എന്നിട്ട് നമുക്ക് പേടിയാണ്, അത് ശരിയാവില്ലേ, ഇതാരെങ്കിലും തടയോ, ഇവിടെ ആരെങ്കിലും കാട്ടോ, അവിടെ ആരെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കോ, ഇതാരെങ്കിലും മുടക്കോ? എന്തിന് സഹോദരങ്ങളെ, അള്ളാഹുവിൽ മാത്രം പരമേൽപ്പിച്ച് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് ആ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ എല്ലാവരും പേടിക്കേണ്ടി വരും അല്ലേ? പേടിച്ചാന്ന് പറഞ്ഞാല് ഒരു വായക്കുടുംബം അനങ്ങണ്ട പേടിയേക്കാരം, അവിടെ ചെയ്ത്താണ്ടോ, ഭൂതണ്ടോ, മറ്റേതുണ്ടോ, അല്ലെ ചെക്കുട്ടി പാപ്പുണ്ടോ? എന്തിന് സഹോദരങ്ങളെ, അള്ളാഹു അല്ലാത്ത ഓരോന്നിനെയും ഒരു വിശ്വാസി ഭയപ്പെടേണ്ടവനല്ല. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. രാവിലെയും വൈകുന്നേരം 3 പ്രാവശ്യമാണ് ഒരു വിശ്വാസി പറയുന്നത്. എന്തിന് പേടിക്കണം സഹോദരങ്ങളെ? ഈ പ്രപഞ്ചത്തിലെ സകല കാര്യങ്ങളും നിയന്ത്രിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അഫ്ളത്തിന്റെ മലക്കുകളെ കൊണ്ട് നമ്മളെ സംരക്ഷിക്കുമെന്ന അചഞ്ചലമായ വിശ്വാസമുള്ള ഒരു സത്യവിശ്വാസി എന്തിനു ഭയപ്പെടണം? ഒരു സ്ഥലത്ത് വന്ന് ഇറങ്ങാണ്, അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് പറയുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്താണ് സഹോദരങ്ങളെ? ആ സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ അത് പടച്ചോനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് പടച്ചോൻ കാത്തു. എന്തെങ്കിലും അതിൽ സംഭവിച്ചാൽ തന്നെ അതിലൊരു ഖൈർ ഉണ്ടാവും എന്ന് ആശ്വസിക്കാൻ വിശ്വാസിക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? അതുകൊണ്ട് അചഞ്ചലമായ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, തൗഹീദ് അല്ലേ? അതൊരു അസുഖം വരുമ്പോഴും സഹോദരങ്ങളെ, ഏത് പനി വന്നാലും, ഇപ്പൊ നിപ്പ വന്നു ഒരാൾ രക്ഷപ്പെട്ടു, മറ്റേ ആൾ മരിച്ചു അല്ലേ? കോവിഡ് വന്നു, കുറച്ചാൾ മരിച്ചുപോയി, കുറെ ആൾക്കാർ ബാക്കിയായി. എന്തേ സഹോദരങ്ങളെ ചില ആളുകൾ മരിച്ചത്? എന്തേ ചില ആളുകൾ ബാക്കിയായത്? എന്തെങ്കിലും വ്യത്യാസം പറയാണ്ടോ അല്ലേ? ഒരേപോലെ കോവിഡ് വാർഡിലേക്ക് വന്ന 10 ആളുകളിൽ 6 ആൾക്കാർ മരിച്ചുപോയി, 4 ആൾക്കാർ ബാക്കിയായി. ഈ വന്ന സമയത്ത് ഈ 6 ആൾ മരിക്കുന്നു, ഈ 4 ആൾ ബാക്കിയാവുന്നും ആരും വിചാരിച്ചിട്ടില്ല. അവർ മരിക്കാനും ഇവർ ബാക്കിയാകാനും 2 പേർക്കും കൊടുത്ത മരുന്നൊന്നാണ്, 2 പേർക്കും കൊടുത്ത ചികിത്സ ഒന്നാണ്, 2 പേരെയും ചികിത്സിച്ച ഡോക്ടർ ഒന്നാണ്, 2 പേർക്കും സ്കാൻ ചെയ്തത് ഒരേപോലെയാണ്, 2 പേരുടെ റിപ്പോർട്ട് അടിച്ചത് ഒരേ ഡോക്ടറാണ് അല്ലേ? സഹോദരങ്ങളെ, 2 പേർക്കും ഇഞ്ചക്ഷൻ നൽകിയത് ഒരേ സിസ്റ്ററാണ്. പക്ഷേ 6 ആൾ മരിച്ചു, 4 ആൾ ജീവിച്ചു. എന്തേ സഹോദരങ്ങളെ? ഇവിടെ ജീവിതവും മരണവും നിശ്ചയിച്ചത് ആരാണ്? ഇവർ ബാക്കിയാകണമെന്നും മറ്റവർ മരിക്കണമെന്നും എന്ത് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ തീരുമാനമുണ്ടായത്? അതുകൊണ്ട് സഹോദരങ്ങളെ, അത് അല്ലാഹുവിന്റെ അധികാരമാണ്, അത് അല്ലാഹുവിന്റെ. അതുകൊണ്ട് ഒരു അസുഖം ഉണ്ടാവുമ്പം എന്റെ അസുഖം ആത്യന്തികമായി സുഖപ്പെടുത്തുന്നത് ഈ മരുന്നോ, ഈ ഇഞ്ചക്ഷനോ, ഈ ഓപ്പറേഷനോ അല്ല, പ്രപഞ്ച സൃഷ്ടാവായ ദൈവം തമ്പുരാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്റെ അസുഖം മാറ്റുന്നത് എന്ന അചഞ്ചലമായ വിശ്വാസം. അതാണ് തൗഹീദ്. അത് എവിടെന്നെങ്കിലും മന്ത്രിച്ചൂതിയ വെള്ളം കൊണ്ടുവന്നാലോ, എന്തെങ്കിലും ജാറത്തുനിന്ന് നെയ്യ് കൊണ്ടെന്ന് പുരട്ടിയാലോ, സഹോദരങ്ങളെ, ഏതെങ്കിലും തങ്ങൾ പാപ്പാന്റെ അടുത്തുനിന്ന് നൂല് കൊണ്ടെന്ന് കിട്ടിയാലോ, അല്ലെങ്കിൽ അവിടുന്ന് എന്തെങ്കിലും വറക്കത്തിൽ എന്തെങ്കിലും കൊണ്ടുവന്ന് തേച്ചാലോ കഴിച്ചാലോ എന്റെ അസുഖം മാറുന്നതല്ല. എന്റെ അസുഖം മാറ്റേണ്ടത് അല്ലാഹുവാണ്, അത് അല്ലാഹുവിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന അചഞ്ചലമായ വിശ്വാസം. അതാണ് തൗഹീദ് സഹോദരങ്ങളെ. അതുകൊണ്ട് ആ തൗഹീദ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് അല്ലെ? ഈ 1 ലക്ഷത്തി ചില്ലാനം പ്രവാചകന്മാർ മുഴുവനും ഇവിടെ പ്രബോധനം ചെയ്തത് ആ ഒരു തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പാടില്ല. എന്റെ പ്രാർത്ഥന കേൾക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നത് അത് അല്ലാഹുവിനോട് മാത്രമായിരിക്കും. ഒരു ജിന്നോ ഒരു മലക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആർക്കും തന്നെ, ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ഒരാൾക്കും, അത് മനുഷ്യനാകട്ടെ മലക്കാകട്ടെ ജിന്നാകട്ടെ ആരുമാകട്ടെ, ഒരാൾക്കും തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാനുള്ള കഴിവില്ല എന്ന് വിശ്വസിക്കുന്നവനാണ്. പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന് വിശ്വസിക്കുന്നവനാണ് ഒരു വിശ്വാസി. അതുകൊണ്ട് തൗഹീദിന്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ല. ഞങ്ങളാലോചിച്ച് സൂറത്തുൽ കഹ്ഫ് എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച നമ്മളെ കൊണ്ട് പടച്ചവനെ ഓദിപ്പിക്കണം. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ സൂറത്തുൽ കഹ്ഫ് ഓതുന്നുണ്ട്. എന്താണ്? ഒരു കൂട്ടം യുവാക്കള് അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാൻ വേണ്ടി
ഭരണകർത്താവ് നിർബന്ധിച്ചപ്പം, വീട്ടുകാരല്ല ഈ രാജ്യത്തെ ഭരണം കൈയാളുന്ന അധികാരികൾ ശിർക്ക് ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചപ്പം നാട് വിട്ടുപോയ ഒരു കൂട്ടം ചെറുപ്പക്കാരെ 309 വർഷം അള്ളാഹു ഗുഹയിൽ ഉറക്കിക്കിടത്തി പിന്നീട് ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാർക്ക് ഒരു ദൃഷ്ടാന്തമായി കൊണ്ട് അവരെ ജീവിപ്പിച്ച് പിന്നെ അവർ മരിക്കുകയും ചെയ്തു എന്നാണ്. സഹോദരങ്ങളെ, അവർ ആ അള്ളാഹുവിൽ ബരമേൽപ്പിച്ച ആളുകളെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ആരൊക്കെ നിർബന്ധിച്ചാലും അത് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചക്കും തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ച ഒരു കൂട്ടം ആളുകളെ അള്ളാഹു രക്ഷപ്പെടുത്തിയ കഥ എല്ലാ വെള്ളിയാഴ്ചയും നമ്മളിങ്ങനെ ഓതുകയാണ്. എന്തിന് സഹോദരങ്ങളെ? അത് നമ്മളെ ബോധ്യപ്പെടുത്താണ്. മാറി വരുന്ന ഏത് രാഷ്ട്രീയ സാഹചര്യങ്ങളിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്താണ്. രണ്ടാമത് സഹോദരങ്ങളെ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികതു. ഈ ദീൻ അനുസരിച്ച് നിലപാട് ഇസ്തിഖാമത്തോടുകൂടി നിലനിൽക്കാൻ സാധിക്കുക എന്നതാണ്. നമ്മളെ പ്രശ്നം എന്താ പറയുക? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ നോക്കും അല്ലേ? സഹാബത്ത് എന്ന് പറഞ്ഞാൽ എന്തോ അവർക്ക് വഹി ഇങ്ങനെ ഇറങ്ങാണ്. പ്രവാചകൻ വഹി ഇങ്ങനെ ഓതി കൊടുക്കാണ്. സമീഅനാ വഅതഅനാ, കേട്ടു അനുസരിച്ചു. അവർക്കൊരു ഓപ്ഷൻ അല്ല അല്ലേ? നബി നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ നമ്മൾ മക്കത്തൊക്കെ പോകുമ്പോൾ അല്ല മദീനത്ത് പോകുമ്പോൾ ആ കിബില മാറിയ പള്ളി ഉണ്ട്. കിബില മാറിയ എന്ത് ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ ആ കിബില മാറിയിട്ടോ എന്ന് പറഞ്ഞപ്പം എബൌട്ടൻ അടിച്ച് ഇങ്ങോട്ട് നിസ്കരിച്ച ആൾക്കാർ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു കൽപ്പന വരുമ്പം നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന കിബിലാണ് മാറ്റാണ്. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന കിബില നിസ്കാരത്തിൽ മാറുകയാണ്, കൽപ്പന വരികയാണ്. അതാണ് സഹാബത്ത് എന്ന് പറഞ്ഞാൽ. അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രവാചകൻ കൽപ്പിച്ചോ അത് അവരനുസരിക്കുക എന്നുള്ളതാണ് അല്ലേ? അവർ സമീഅനാ വഅതഅനാ എന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് കേട്ടാലും നമ്മൾ പെരി പോയിട്ട് ഒന്നുകൂടി ആലോചിച്ചിട്ടേ നമ്മളിത് ഇതൊക്കെ അനുസരിക്കുള്ളൂ. എന്താ അപ്പം അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്, അത് മാണോ? അങ്ങനെയൊക്കെ ദീനിലുണ്ട് എന്നാ നബി അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങണെന്നാ ഖുർആനിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നാണ് ഇപ്പോൾ ഉസ്താദ് പറയണേ, മൗലവി പറയണേ. നമ്മളിപ്പോൾ എന്താ ചെയ്യാന്ന് നമ്മൾ 2 വട്ടം 3 വട്ടമൊക്കെ ആലോചിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടോക്കെ നോക്കിയിട്ട് ആ നഷ്ടമൊക്കെ റെഡിയാക്കിയിട്ടേ പിന്നെ നമ്മളിതൊക്കെ സ്വീകരിക്കുള്ളൂ. ചില ആൾക്കാർ ഹജ്ജിന് പറഞ്ഞാൽ ഹജ്ജിന് പോകാനായിട്ടില്ല, എന്താ പറയുക, കുറച്ചുകൂടി കുരുത്തക്കടൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്നുകൂടി റെഡിയാക്കാണ്ട് കുറച്ച് പലിശ വാങ്ങിയതും അവിടെ കൊടുത്തതും അവിടെ കുറച്ച് ലോൺ എടുത്തതും ഒരു അടവും കുറച്ചൊരു ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട് അവസാനിപ്പിച്ച് നന്നായിട്ടാണ് പോകാനാണ് ഹജ്ജിന് എന്ന് പറയും. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ എന്ത് വന്നാലും ഒന്ന് ആലോചിച്ചിട്ടാണ് എന്ത് ചെയ്യണത്, നമ്മൾ ദീന് വേണോ വേണ്ട തീരുമാനിക്കണത്. സഹോദരങ്ങളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചോയ്സ് ഇല്ല, അങ്ങനെ ഒരു ചോയ്സ് വിശ്വാസിക്കില്ല. നിങ്ങൾ മുസ്ലിം എന്ന പേര് സ്വീകരിച്ചവനാണോ? അള്ളാഹുവിനും റസൂലിനും അനുസരണയുള്ളവൻ, അള്ളാഹുവിനും റസൂലിനും വിധേയപ്പെട്ടവൻ എന്ന പേര് നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചോയ്സ് ഇല്ല. ഒരു സത്യവിശ്വാസിക്ക് അള്ളാഹുവിന്റെ റസൂല് കൽപ്പിച്ച ഒരു കാര്യത്തിൽ മറ്റൊരഭിപ്രായം ഉണ്ടാകാൻ പാടുള്ളതല്ല. കാരണം അവനാണ് മുസ്ലിം എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്ത് അള്ളാഹുവും റസൂലും കൽപ്പിച്ചോ അത് ദീനിലുണ്ടോ എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടതുള്ളൂ. അങ്ങനെ പടച്ചോൻ പറഞ്ഞുകണോ, അങ്ങനെ നബി പഠിപ്പിച്ചുകണോ, അങ്ങനെ ബോധ്യപ്പെട്ടാൽ പിന്നെ അവിടെ നമുക്കൊരു ഓപ്ഷൻ ഇല്ല, നമ്മളത് സ്വീകരിച്ചേ പറ്റൂ സഹോദരങ്ങളെ. അതുകൊണ്ട് എന്താണ് നമ്മുടെ മൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി എന്നാണ്. ഫലൈസ മിന്നി, എന്റെ സുന്നത്തിന് ആര് എന്റെ സുന്നത്തിൽ നിന്ന് അകന്നുപോയി അല്ലെങ്കിൽ അതിൽ നിന്ന് മുഖം തിരിഞ്ഞോ അവൻ എന്നിൽ പെട്ടവനല്ല എന്നാണ്. അവൻ മുസ്ലിമാണെന്ന് പറയേണ്ടതില്ല അല്ലേ? മുസ്ലിം എന്ന് നിങ്ങൾ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കാരണം മുസ്ലിം എന്ന് ഇവിടെ ഏതെങ്കിലും കമ്മീഷനോ നരേന്ദ്ര കമ്മീഷനോ മണ്ഡൽ കമ്മീഷനോ ഇവിടെ ഏതെങ്കിലും അംബേദ്കറോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ കൂടികാണ്ട് ഞമ്മക്കിട്ട പേരല്ല മുസ്ലിം എന്നുള്ളത്. മുസ്ലിം എന്ന് നമുക്ക് പേരിട്ടത് പടച്ചോനാണ്. സൂറത്തു ഹജ്ജിന്റെ അവസാനത്തെ ആയത്തോതി നോക്കി, ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ, അവൻ നിങ്ങൾക്ക് മുസ്ലിം എന്ന പേര് നൽകിയിരിക്കുന്നു. നീ പേരിട്ടത് പടച്ചോനാണ്. അള്ളാഹുവിനോടും റസൂലിനോടും കൂറുള്ളവൻ, വിധേയത്വമുള്ളവൻ, അനുസരണയുള്ളവൻ എന്ന പേര് നമുക്ക് നൽകിയത് അള്ളാഹുവാണ്. അതിലൊരു കുറ്റബോധവും ഒരു അപകർഷതാബോധവും തോന്നേണ്ടതില്ല. അതനുസരിക്കേണ്ടവനാണ് നമ്മൾ, അതനുസരിക്കും എന്ന് പ്രഖ്യാപിച്ചവരാണ് സഹോദരങ്ങളെ നമ്മൾ. അതുകൊണ്ട് നമ്മുടെ താടിയാകട്ടെ, നമ്മുടെ ഹിജാബാകട്ടെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളൊരു സ്ഥലത്തേക്ക് ചെന്നാൽ നമ്മളെ പെരിയെന്ന് പോണ പെൺകുട്ടികൾ, നിങ്ങളെ പെരിയെന്ന് പോണ പെൺകുട്ടികൾ ഈ ചെറിയ കുപ്പായും പാൻറ്റും ഇട്ടുകാണ്ട് ആ ശരീരത്തിന്റെ ആകാര വടിവുകൾ പുറത്തേക്ക് കാണുന്ന രൂപത്തിൽ, അതൊരു മുസ്ലിം സ്ത്രീയുടെ ഡ്രസ്സാണോ സഹോദരങ്ങളെ? അല്ലെ? ഒരു മുസ്ലിമാണെന്ന് പറയുന്ന ഒരാൾക്ക് തന്റെ മകൾക്ക് എങ്ങനെയാണ് അങ്ങനത്തെ ഒരു പാൻറ്റും അങ്ങനത്തെ ഒരു കുപ്പായും വാങ്ങിക്കൊടുക്കാൻ പറ്റുക? എന്നിട്ട് അതിന്റെ മേലെ നല്ലൊരു മഫ്തട്ട ഉസാറായി സ്വർഗത്തേക്കുള്ള കുട്ടിയായി അല്ലേ? ഒരു ജീൻസ് അല്ലെങ്കിൽ ഒരു പാൻറ്, എന്നിട്ട് നല്ലൊരു ഇറക്കള ചുരിദാറുമാരത്തൊരു മേലപ്പുറയാണെങ്കിൽ തിരക്കിടില്ല, ഒരു പൊന്തിക്കണ ചെറിയൊരു കുപ്പായം, എന്നിട്ട് അതിന്റെ മേലെ ഒരു മഫ്തൺ കുത്തും. പിന്നെ ഇടക്കിടക്ക് ലിപ്സ്റ്റിക് ഇങ്ങനെ മാറ്റുക, ലിപ്സ്റ്റിക് ഇട്ട് വെക്കുക.
സഹോദരങ്ങളെ, സൗന്ദര്യം വേണം. സൗന്ദര്യം ഉള്ള ഭംഗിയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? അള്ളാഹു ഭംഗിയുള്ളവനാണ്, ഭംഗിയെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഒരു മുസ്ലിം സ്ത്രീ എവിടെയാണ് ഭംഗി പ്രദർശിപ്പിക്കേണ്ടത്? ആ ഭംഗി കാണേണ്ട ആളുടെ മുമ്പിലാണ് ഒരു മുസ്ലിം സ്ത്രീ ഭംഗി പ്രദർശിപ്പിക്കേണ്ടത്. അവരുടെ ഭർത്താവിന്റെ അടുത്താണ്. ഭർത്താവിന്റെ അടുത്ത് എന്താ അവസ്ഥ? അത് അടുക്കളയിലെ പാത്രമൊക്കെ കഴുകി ആ മാക്സി മാറ്റണോ എന്നാ ചോദിക്കാം. ഇനിയിപ്പോ ഇത് മാറ്റണോ? ദൂറിനാണ് പെണ്ണുങ്ങൾ മാക്സി മാറ്റുക കുളിച്ചുമ്പം. ഇനിയിപ്പോ അപ്പ മാറ്റിയാ പോരെ? എന്നിട്ടോ നിങ്ങൾ കല്യാണത്തിന് കൊണ്ടുപോയി നോക്കി, എങ്ങോട്ടേലും പോകണ്ടോ നോക്കി, മാറ്റിയാ തീരൂല. മാറ്റിയിൽ ഇറങ്ങിക്കിട്ടാൻ ഇടങ്ങറേക്കാരം. സഹോദരങ്ങളെ, നല്ല ഭയപ്പെടണം. ഇത് തമാശക്ക് പറയല്ല. കാരണം അണിഞ്ഞൊരുങ്ങേണ്ടത് അല്ലേ? പണ്ടൊന്നും നമ്മൾ ഒരു പെരിയിലും പെണ്ണുങ്ങൾ സ്പ്രേ അടിച്ചാലോ സെന്റ് ഉപയോഗിക്കലില്ല. നിങ്ങൾ എല്ലാ ചെറിയ കുട്ടികളുടെ റൂമിലും പോയി നോക്കി, പെൺകുട്ടികൾ സ്പ്രേ അടിക്കും, അത്ര ഉപയോഗിക്കും, ലിപ്സ്റ്റിക് ഉപയോഗിക്കും അല്ലേ? ലിപ്സ്റ്റിക് തന്നെ സ്കിൻ കളറിലുണ്ട്. അതായത് നമ്മളെ ഉള്ള കളർ തന്നെ തിളക്കം കൂട്ടുന്നത്. അപ്പൊ കുട്ടികളെന്താ പറയണോ, സാറേ നമ്മള് ചോപ്പൊന്നും ഇട്ടിട്ടില്ലല്ലോ. നമ്മളിപ്പോ എന്താ, ചില ആൾക്കാർ ഇങ്ങനെ നാവുകൊണ്ട് ഇങ്ങനെ അതൊന്ന് തിളക്കും. അപ്പൊ അതേമാതിരി അതിനെ തിളക്കം കൂട്ടണുള്ളൂ. ഉള്ള കളർ തന്നെ ഒന്ന് തിളക്കം കൂട്ടണുള്ളൂ. അതെന്താ തെറ്റുണ്ടോ സഹോദരൻ? ഇതൊക്കെ എന്തിനാണ് സഹോദരൻ? നമ്മളെ ചുണ്ട് തിളങ്ങി കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തിനാണ്? അത് നാലാള് കാണുന്ന വിചാരിച്ചിട്ടല്ലേ? എന്റെ ചുണ്ട് ഇപ്പൊ എങ്ങനെങ്കിലും നിന്നോട്ട് വിചാരിച്ചപ്പോ എന്താ? നമ്മളെ ചുണ്ട് കാണേണ്ടവൻ, നമ്മളെ മുഖത്തെ സൗന്ദര്യം കാണേണ്ടവൻ ആരാണ്? അത് ഭർത്താവാണ്. അപ്പൊ ഈ സൗന്ദര്യം കാണേണ്ട ആളുടെ മുമ്പിലേ ഒരു സ്ത്രീക്ക് സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ അനുവാദമുള്ളൂ. അല്ലെങ്കിൽ അത് വലിയ തെറ്റാണ്. വസ്ത്രധാരണമാണെങ്കിൽ ഇസ്ലാമിന് ചില വസ്ത്രധാരണ മര്യാദകളുണ്ട് അല്ലെ? ഈ പാന്റും കുപ്പായും അത് സ്ത്രീന്റെ വസ്ത്രമല്ല. അത് അത്ര പൂതിയാണ്. ഈ പെരിയിട്ടോട്ടെ, പെരി പാന്റും കുപ്പായിട്ട് നടന്നോട്ടെ, പൂജ്യം തീർത്തോട്ടെ. പക്ഷെ നാലാളെ മുന്നിക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട അന്യപുരുഷന്റെ മുന്നിലേക്ക് ഒരു മുസ്ലിം സ്ത്രീ പോകുമ്പം ഈ വസ്ത്രം ഒരിക്കലും ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. അത് വലിയ തെറ്റന്നെയാണ്. ഞാൻ ആരെങ്കിലും അങ്ങനെ നിങ്ങളോട് പറയാൻ മടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തുറന്ന് പറയാണ് സഹോദരങ്ങളെ, അത് തെറ്റാണ്, അത് വലിയ കുറ്റമാണ്, അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് സഹോദര ഗൗരവമുള്ള വിഷയമാണ്. കാരണം ഇതൊക്കെ ഇപ്പൊ തീരും. നിങ്ങൾ ഈ പളപളപ്പും ഇതൊക്കെ സഹോദരങ്ങളെ കുറച്ച് കാലുള്ളൂ അല്ലേ? കുറച്ച് ഈ സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞാൽ എത്ര ഉള്ളത്? ഒരു 15 വയസ്സ് തുടങ്ങി ഒരു 40-45 വയസ്സ് വരെയൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളത് നിലനിർത്താൻ വേണ്ടി പാടുപെടേണ്ടി വരും. എങ്ങനെ പാടുപെട്ടാലും ഇപ്പൊ ചില സ്ത്രീകളെ കോപ്പിക്ക് വരുമ്പോൾ തോന്നും അങ്ങനെ എന്താ ഫേസ്ക്ക് ക്രീമൊക്കെ അങ്ങനെ ഇട്ടിട്ട് ആകെ എന്താ വെച്ചാൽ ആ ശരീരത്തിന്റെ ചുളിവൊക്കെ വന്നത് എങ്ങനെ കാണാതാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കഷ്ടപ്പെട്ട് ചെയ്തതാണ്. അതൊക്കെ എത്ര കാലം ചെയ്യാൻ പറ്റും? ഇപ്പൊ എന്തൊക്കെയോ പരിപാടികളുണ്ട്. ഇതിനുള്ളിൽ ഫാറ്റ് കുത്തി വെച്ചിട്ട് ഈ ചുളിവൊക്കെ പോക്കണ പരിപാടി ഉണ്ട്. മുഖത്തെ ചുളിവ് വരില്ല നമുക്ക് വയസ്സാവുമ്പോൾ. ആ ചുളിവൊക്കെ പോക്കാനുള്ള ചികിത്സകളുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു. എന്നാലും എത്ര പോകാൻ പറ്റും? മാക്സിമം ഒരു 100ന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റുമോ അല്ലേ? എന്നാൽ തന്നെ ഇങ്ങനെ ഓരോ ട്രെൻഡ് മാറി വരും അല്ലേ? പണ്ട് നല്ലോണുള്ള മുടിയായിരുന്നു പണ്ടത്തെ സ്റ്റൈല്. ഇപ്പൊ മുടി മുറിച്ചലും അല്ലേ? ഒരു തത്തമ്മാറിനെ ഒരു കുട്ടി ഞങ്ങളെ സ്ഥാപനത്തിൽ തത്തമ്മ വിളിച്ചൊരു കുട്ടിയുണ്ട്. അപ്പൊ എന്താ ഇവിടെ തത്തമ്മ വിളിച്ചു ചോദിച്ചപ്പം ചുവന്ന ചുണ്ടും പച്ചമുടി, ചുണ്ട് നല്ല കൂടെ ചോപ്പിച്ചിട്ട് മുടി നല്ല പച്ച കളറാണ്. അപ്പൊ എല്ലാവരും പോലെ തത്തമ്മ എന്നാ വിളിച്ച. ഇത് ഞാൻ ട്രെൻഡാണ്. ഇത് നിങ്ങൾ ചിരിച്ചിട്ട് കാര്യമില്ല. ഇതാണ് പുറത്തെ അവസ്ഥ. മുടിക്ക് കളറടിച്ച് ഓരോ കളർ, ചുവപ്പ്, പച്ച, നീല, മഞ്ഞ, ഇതൊക്കെ മുടിന്റെ കളറാണിപ്പോ. അത് മുറിച്ച് എന്നിട്ട് ബ്യൂട്ടി പാർലർ പോയിട്ട് അതിങ്ങനെ ഇടക്കിടക്ക് കളർ മാറ്റി. ഇതൊന്നും ഞാൻ എതിരാണ്. ഞാൻ ഒതുവിന്റെയും കുളിന്റെയും വെള്ളം ചേരുണ്ടെങ്കിൽ നിങ്ങൾ ചോപ്പോ പച്ചയോ കുങ്കുമോ സ്വർണ്ണോ എന്തും അടിച്ചോളി. പക്ഷേ അത് കാണേണ്ടവരെ കാണാൻ പാടുള്ളൂ. അത് കാണാൻ അനുവദിക്കപ്പെട്ടവർക്കേ കാണിച്ചു കൊടുക്കാൻ പാടുള്ളൂ. നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാൻ പാടില്ല സഹോദരങ്ങളെ. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം എന്താ അറിയോ? ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നിൽക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു അസുഖം വന്നു, ഒരു വയറുവേദന, എത്ര ആൾ കാലിൽ വേദന വന്നു അല്ലേ? നോക്കുമ്പോൾ എന്താ ക്യാൻസറാണ് അല്ലേ? അങ്ങത്തിന് ഞങ്ങൾ അധിക കാലം ജീവിക്കൂല എന്ന് പറയുമ്പം നമ്മൾ ഇതൊക്കെ തിരിച്ചറിയും സഹോദരങ്ങളെ. ഈ ജീവിതത്തിന്റെ പളപളപ്പ് അവസാനിക്കുന്ന ഒരു നിമിഷം അല്ലേ? ഈ ജീവിതം അവസാനിക്കുന്ന, നമ്മളിലേക്ക് ചുരുങ്ങുന്ന ജീവിതത്തിന്റെ എല്ലാ വൈബുകളും അവസാനിക്കുന്ന, നമ്മളിലേക്ക് ചുരുങ്ങുന്ന ഒരു നിമിഷത്തിലേക്ക് നമ്മൾ വരും. മരിക്കുന്നതിന് മുമ്പ് എല്ലാവരും വരും സഹോദരങ്ങളെ. ജീവിതം അവസാനിക്കാൻ പോകുകയാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷത്തിലേക്ക് നമ്മളൊക്കെ തിരിച്ചു വരും. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ചുമരിലേക്ക് ചെരിഞ്ഞ് ചാരിങ്ങനെ കരയാണ്, വിങ്ങി കരയാണ്. അദ്ദേഹത്തിന്റെ മകൻ ചോദിക്കാണ്, അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് ആണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മക്കൾ ചോദിക്കണം, വാപ്പാ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയണ്? അള്ളാഹുവിന്റെ റസൂലിനെ കണ്ട, റസൂലിന്റെ കൂടെ യുദ്ധം ചെയ്ത,
നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് ചോദിക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് പറയുന്ന ഒരു മറുപടി ഉണ്ട്. എന്താണ്? എന്റെ ജീവിതത്തിൽ എനിക്ക് 3 ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. 3 ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ പ്രവാചകനെതിരെ ഞാൻ യുദ്ധം ചെയ്തൊരു ഘട്ടം ഉണ്ടായിരുന്നു, കാഫിറായ ഒരു ഘട്ടം. അന്നെങ്ങാനും ഞാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നരകത്തിലാകുമായിരുന്നു. പക്ഷേ അതിനുശേഷം ഞാൻ എന്റെ പ്രവാചകന്റെ കൂടെ ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഒട്ടേറെ യുദ്ധങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അന്നെങ്ങാനും ഞാൻ ഷഹീദായിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടുമായിരുന്നു. പക്ഷേ ആ പ്രവാചകന് ശേഷം വലിയൊരു കാലഘട്ടം ഞാൻ ജീവിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. അതുകൊണ്ട് എന്റെ കാര്യം എന്താകും എന്നാലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചുമരിലേക്ക് നോക്കി മരണശയ്യയിൽ കിടന്ന് വിങ്ങിപ്പൊട്ടിക്കൊണ്ടിരിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് ഉണ്ട്. സഹോദരങ്ങളെ, ചരിത്രത്തിൽ എല്ലാവരും ഉണ്ട് അല്ലേ? മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം കുത്തേറ്റുകൊണ്ട് ഇങ്ങനെ കിടക്കാണ്, നിലത്ത് കിടക്കാണ്. നമുക്കറിയാം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം 2ാം ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു മരിക്കുന്നത് എങ്ങനെയാണ്? മസ്ജിദുൻ നബവിയിൽ സുബൈക്ക് ഇമാമ് നിൽക്കുമ്പോൾ പുറത്തുനിന്ന് വന്ന് ഇരുട്ടത്ത് കുത്തി അദ്ദേഹത്തെ കൊല്ലുകയാണ്. വയറിന് കുത്തേറ്റു, അദ്ദേഹത്തെ ഇങ്ങനെ കിടത്തിയേക്കാണ്. നമ്മൾ മനസ്സിലാക്കിയത് ഉമർലാന് മാത്രം മരിച്ചെന്നല്ല, ആ നിസ്കാരത്തിൽ പങ്കെടുത്ത 7ഓ 12ഓ ആളുകളെ അയാൾ കുത്തിക്കൊന്നിട്ടുണ്ട്. അതിലൊരാൾ മാത്രമാണ് ഉമർലാവിന് കുത്തേറ്റ് ഇങ്ങനെ കിടക്കാണ്. അപ്പൊ എന്താണ്? അന്ന് വൈദ്യന്മാരും അന്ന് ദേവന്മാരത്തെ ആസ്പത്രിയും ആംബുലൻസ് ഒന്നുമില്ല, പള്ളക്ക് കുത്തേറ്റ് കിടക്കാണ്. അന്ന് ചികിത്സിക്കാൻ വൈദ്യര് വന്നു. ആ ഭാഗത്ത് ചികിത്സിക്കുന്ന വൈദ്യരെ കൊണ്ടുവന്നു. അങ്ങനെ വൈദ്യര് വെള്ളം കുടിപ്പിച്ചു ഉമർലാവിനെ. അങ്ങനെ കുടിച്ച വെള്ളം പള്ളയിലൂടെ അങ്ങനെ പുറത്തേക്ക് മുറിവിലൂടെ പുറത്തു വന്നു. ആലോചിക്കി, കുടിച്ച വെള്ളം ഈ കുത്തിയെടുത്തുകൂടെ അങ്ങനെ പുറത്തേക്ക് പള്ളനുള്ളിൽ പുറത്തേക്ക് വരിക. അപ്പൊ വൈദ്യര് പറഞ്ഞു, കുടലും ആമാശയൊക്കെ മുറിഞ്ഞുകിണ്, വെള്ളം എന്താ പുറത്തേക്ക് വരികയാണ്, ഇനി ബാക്കിയാവൂല, മരണം ഉറപ്പാണെന്ന് പറഞ്ഞു. അപ്പൊ ഉമർലാവിൻ ഇങ്ങനെ കിടന്നിട്ട് ഓരോരുത്തരെ വിളിച്ചാണ്, മക്കളെ വസിയത്ത് കൊടുക്കാണ്. എല്ലാ വസിയത്തും മരണം ഉറപ്പായി കിടക്കുമ്പോൾ അപ്പൊ നിലത്ത് ഇങ്ങനെ കിടക്കാം, മണ്ണിലാണ് തല. മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന് ഭയങ്കര സങ്കടം ഉണ്ടായി. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ഉണ്ട് അവിടെ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഉണ്ട്, അവരൊക്കെ ഉണ്ട്. അപ്പോ പാപ്പാന്റെ തല ഒന്ന് മടിക്ക് വെച്ചെടുക്കാൻ വേണ്ടി മണ്ണിന്ന് കിടക്കേണ്ട ഒരു ഇടങ്ങേറ്, ഖലീഫന്റെ തല ഇങ്ങനെ മണ്ണ് കിടക്കണ്ടപ്പോ ഒരു ഇടങ്ങേറ്, മണ്ണിന്ന് മാറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പം ഉമർ പറയാണ്, അവിടെ കിടന്നോട്ടെ, മണ്ണിൽ തന്നെ കിടക്കട്ടെ എന്നാണ്. കരയാണ്. അപ്പോ ഇബ്നു അബ്ബാസ് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഉമറും ഫിൽ ജന്ന എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ നാവിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാണ്. നിങ്ങൾ ആലോചിക്കി, ആരാ പറയണത്? ഇബ്നു അബ്ബാസാ പറയണത്. ഉമർ സ്വർഗത്തിലാണെന്ന് അള്ളാന്റെ റസൂലിന്റെ നാവിൻ തുമ്പത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉമർലാവിനോ, നിങ്ങൾ എന്തിനാണ് പിന്നെ കരയണെന്നാണ്. അങ്ങനത്തെ ഉമറാണ് ഈ കിടക്കണ കുത്തേറ്റിട്ട്, പിന്നെ എന്തിനാണ് നിങ്ങൾ കരയണമെന്ന് ചോദിച്ചത്. സഹോദരങ്ങളെ, ആ ഉമർലാവിന് പറഞ്ഞ മറുപടി അത് തന്നെയാണ് അല്ലേ? അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഉമർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ കാലത്ത് ഉമർ മരിച്ചിരുന്നെങ്കിൽ ഉമർ സ്വർഗത്തിലായിരിക്കും. പക്ഷേ അതിനുശേഷം ഞാൻ ഒരുപാട് അമാനത്തുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്, അതിലെനിക്ക് വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് ഞാൻ പേടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് കരയുന്ന മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരാളും രക്ഷപ്പെടൂല അല്ലെ? ഈ ഖബറിലേക്ക് വെച്ചാൽ ഖബറിനൊരു ഇടുക്കമുണ്ടെന്നാണ്. ഖബറൊന്നും കൊണ്ട് കൂട്ടി എല്ലാവരും ഒന്ന് ഇടുക്കുന്നതാണ്. അതിൽ നിന്ന് ഒരാൾക്ക് പോലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെങ്കിൽ സഹോദരങ്ങളെ, അതിൽ നിന്ന് ഒരു സഹാബി രക്ഷപ്പെടുമായിരുന്നു എന്ന് നബി അതിൽ നിന്ന് മുആദ് രക്ഷപ്പെടുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അല്ലേ? മുആദ് രക്ഷപ്പെടുമായിരുന്നു എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളിവിടെ മനസ്സിലാക്കല മിസ്അബിൻ ഉമൈറുല്ലാനു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ആളുകളും മരിക്കുന്നതിന് മുമ്പ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തും. മരണം സുനിശ്ചിതമായ റൂഹ് തൊണ്ടക്കുയിലെത്തുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മളൊക്കെ എത്തും. അന്ന് നമുക്ക് മനസ്സിലാകും സഹോദരങ്ങളെ, സത്യം എന്താണ്, ഹക്കെന്താണ് എന്ന് അല്ലേ? ഈ ഓക്സ്ഫോർഡ് നടത്തിയ ഒരു വലിയ പഠനമുണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ഏറ്റവും ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു പഠനം. അതായത് ഓക്സ്ഫോർഡിലേക്ക് പഠിക്കാൻ വേണ്ടി വന്നിട്ട് ഈ അലിഗഡ് യൂണിവേഴ്സിറ്റി കണ്ട് അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വർഷം അലിഗഡ് പോയപ്പം അവിടെ കണ്ടൊരു കാര്യം എന്താ വെച്ചാൽ, അലിഗഡിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വന്ന ആളുകൾ പിന്നെ എന്ത് ചെയ്യും, ആ പഠിത്തം കഴിഞ്ഞ് അവിടെ തന്നെ റിസർച്ച് ചെയ്യും, എന്നിട്ട് അവിടെ തന്നെ ജോലി കയറും, എന്നിട്ട് എന്ത് ചെയ്യും, അവിടെ തന്നെ പ്രൊഫസറായിട്ട് പിന്നെ റിട്ടയർ ആയിട്ട്, കാരണം കുറേ കാലമല്ലേ നാട്ടിൽ നിന്ന് പോന്നിട്ട്, ഇനി നാട്ടിൽ പോയാലും നിലയും ബലി ഉണ്ടാവില്ല വെച്ചിട്ട് അവിടെ തന്നെ താമസിക്കും, എന്നിട്ട് അവിടെ തന്നെ മരിക്കും. അവിടുത്തെ ഖബറിൽ തന്നെ എന്ത് ചെയ്യും, ഖബർസ്ഥാനിൽ തന്നെ കുഴിച്ചിടും.
അങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകൾ മറമാടിയ ഖബർസ്ഥാനാണ് ഓക്സ്ഫോർഡിന്റെ ഖബർസ്ഥാൻ. ഞാൻ മുസ്ലിങ്ങളുടെ അർത്ഥത്തിലല്ല, അവിടേക്ക് പഠിക്കാൻ വേണ്ടി വന്ന് പിന്നെ അവിടെ പഠിച്ച് അവിടെ റിസർച്ച് നടത്തി പിന്നെ അവിടെ പ്രൊഫസർമാരായിട്ട് പിന്നെ അവിടെ തന്നെ മരിച്ച് അവിടുത്തെ സെമിത്തേരികളിൽ മറവടക്കിയ ഏറ്റവും കൂടുതൽ ആളുകളുള്ള ലോകത്തിലൊരു സ്ഥലമാണ് ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നടത്തിയ ഒരു പഠനമുണ്ട്. ജീവിതത്തിൽ മരിക്കാൻ നേരത്ത് ഏറ്റവും കൂടുതൽ സങ്കടത്തോടെ മരിക്കുന്നത് ആരാണ്, ഏറ്റവും കൂടുതൽ സങ്കടത്തോടെ മരിക്കുന്നത് ആരാണെന്നാണ് പഠനം. മരിക്കാൻ നേരത്ത് പോയി ചോദിക്കുക, നിങ്ങൾക്ക് മരണത്തിൽ ഇപ്പം എന്തെങ്കിലും പ്രയാസമുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾ അലട്ടുന്നുണ്ടോ മരണത്തിന്? അപ്പം ഏറ്റവും കൂടുതൽ ആളുകളെ മരണത്തിന്റെ സമയത്ത് അലട്ടുന്ന കാര്യം എന്താ ചോദിച്ചാൽ, ജീവിതത്തിൽ ചെയ്യാൻ കഴിയുമായിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാതെ പോയ ആളുകൾ അല്ലേ. ഒരിക്കലും മരിക്കാൻ നേരത്ത് ഞാൻ എൻ്റെ മക്കൾക്ക് ഒരു കൊട്ടാരം ഉണ്ടാക്കി കൊടുത്തില്ലല്ലോ, ഞാനൊരു ബെൻസ് കാർ വാങ്ങിയില്ലല്ലോ എന്ന് മരിക്കാൻ നേരത്ത് ആർക്കും വിഷമം ഉണ്ടാവില്ല. പക്ഷെ മരിക്കാൻ നേരത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ. ഞാൻ എൻ്റെ ഉമ്മാനോട് മുണ്ടിയില്ലല്ലോ അല്ലേ, ഉമ്മാനോട് 6, 7, 8 കൊല്ലമായിട്ട് നമ്മളെ നാട്ടിലൊരു കുഴപ്പം തരങ്ങൾ. നമ്മളെ നാട്ടിൽ ഒരു പെരീക്കാണ് കെട്ടിക്കൊണ്ടുവരിക. മൂത്ത മകൻ ആദ്യം കെട്ടിക്കൊണ്ടുവരും, പിന്നെ രണ്ടാമത്തെ മകൻ കെട്ടിക്കൊണ്ടുവരും, പിന്നെ അവിടെ തല്ലും പൊടിയൊക്കെ ഉണ്ടാകുമ്പോൾ മൂത്ത മകൻ പോവും, രണ്ടാമത്തവും പോകും. അങ്ങനെയാണ് നമ്മളെ നാട്ടിലൊരു ട്രെൻഡ്. ശരിക്കും അങ്ങനെയല്ല വേണ്ടിയത്. ഒരു കുടുംബത്തിൽ ഒരാളെ പാടുള്ളൂ, ഒരു കുടുംബനാഥനെ പാടുള്ളൂ. എൻ്റെ പെണ്ണുങ്ങളെ കുടുംബനാഥൻ ഞാനാണ്. എൻ്റെ ബാപ്പല്ല, എൻ്റെ ബാപ്പോളെ ഭരിക്കാൻ വരാൻ പാടില്ല, ഞാനാണ് ഓളെ ഭരിക്കേണ്ടത്. എൻ്റെ ബാപ്പ ഭരിക്കുന്നത് പലപ്പോഴും ഒരു പെണ്ണിന് ഇഷ്ടപ്പെടൂല. അത് എല്ലാവരും സ്വഭാവമാണ്. ഞാൻ ഭരിക്കണത് എനിക്ക് അധികാരമുള്ളതുകൊണ്ടാണ്, എൻ്റെ ബാപ്പാക്ക് എന്ത് അധികാരമുള്ളതെന്നാ ചോദിക്കുക. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളായിട്ട് എന്ത് ചെയ്യണം, നമ്മളായിട്ട് പിരിച്ചു കൊണ്ടുപോകണം. വരുമ്പം തന്നെ നോക്കാം, കല്യാണമൊക്കെ കഴിക്കണം, ശരി, ഇവിടെ 1-2 കൊല്ലം നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ബാപ്പാനൊട്ടി അപ്പുറത്ത് 5 സെന്റ് സ്ഥലം തരും, അവിടെ ഒരു പെര കയറ്റാൻ എന്നെ കൊണ്ട് പറ്റുന്നൊക്കെ ഞാൻ തരും കേട്ടോ, എന്നാലും ഇവിടെ നിൽക്കാൻ പറ്റൂല എന്ന് ബാപ്പ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. പിന്നെ എന്താ പറയുക, 5, 10 കൊല്ലം എടങ്ങാറായി തമ്മ് തച്ച് ആകെ പിരിഞ്ഞ് പിന്നെ അവിടുന്ന് പോയാൽ പിന്നെ മുണ്ടൂല, പിന്നെ ഫോൺ വിളിച്ചൂല, മുണ്ടൂല, വരൂല, പോകൂല. ഇത് ഇത്രയും കാലം ഉണ്ടായ കുശുമ്പോണ്ട് വന്നതാണത്. അതിന് മുജാഹിദ് എല്ലാവരും കണക്കന്നെ, എല്ലാ കുടുംബത്തിലുണ്ട്. അത് എങ്ങനെ എത്ര വലിയ ഒരു അമ്മായിമ്മന്റെ കുപ്പായം മരുവോളെ കുപ്പായം ഇട്ടോ എന്നാ കഴിഞ്ഞ്. എത്ര ദീനുള്ള ആൾക്കാരും വളരെ കഷ്ടപ്പാടാണ്. അതുകൊണ്ട് ഞാൻ പറയാം, നമ്മളെന്താ പറയുക, നമ്മൾ തെറ്റി നിൽക്കുന്ന, ഞാൻ പറഞ്ഞ മരിക്കാൻ നേരത്ത് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ആളുകൾ ആരാണെന്ന് ലോകത്ത് നടത്തിയ പഠനത്തിൽ പറയുന്ന കാര്യമാണ് ഞാൻ പറയണത്. ചെയ്യാൻ കഴിയുമായിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാതെ പോയ ആൾക്കാർ അല്ലേ. അമ്മായിമാനോട് അമ്മോശനോടൊക്കെ തെറ്റിപ്പോയ പെരീന്ന് ഇറങ്ങിപ്പോയവരുണ്ടാവും. പക്ഷെ പിന്നെ ഫോൺ വിളിച്ചടുക്കൂല, മുണ്ടൂല. സഹോദരങ്ങളെ, ഒക്കെ നമ്മൾ അവസാനം നമ്മൾ ദുഃഖിക്കേണ്ടി വരും. എന്താ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും മരിച്ചു പോകൂലേ, എല്ലാവരും മരിച്ചു പോകും, ഇവിടെ ആരും ബാക്കിയാവൂല. നമ്മളെ പരസ്പരമുള്ള ഇതൊക്കെ സഹോദരങ്ങളെ നമ്മളെ മേല് ആ മണ്ണിടുന്നത് വരെ ഉണ്ടാവുള്ളൂ ഈ അഹങ്കാരമൊക്കെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ എല്ലാവരും നല്ല രൂപത്തിൽ പെരുമാറാം. നമ്മൾ അങ്ങോട്ട് വിളിച്ച്, നമ്മൾ തെറ്റി നിൽക്കണോ അങ്ങോട്ട് വിളിച്ചിട്ട് നമ്മൾ സലാം പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് അവസാനിപ്പിക്കുക. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അത് ചെയ്യാതെ പോയാൽ മരിക്കണ നേരത്ത് നല്ല സങ്കടം ഉണ്ടാവും. അതുകൊണ്ട് ഭാര്യമാരുമായിട്ടാണെങ്കിലും മക്കളുമായിട്ടാണെങ്കിലും ഏട്ടനായിട്ടാണെങ്കിലും അഞ്ചനായിട്ടാണെങ്കിലും അളിയനായിട്ടാണെങ്കിലും എളാപ്പ മൂത്താപ്പാരായിട്ട് അമ്മോമാരായിട്ട് അമ്മോശനായിട്ടാണെങ്കിലും സഹോദരനൊക്കെ പറഞ്ഞ് പൊരുത്തപ്പെട്ട് നല്ലൊരവസ്ഥയിൽ നമ്മൾ ജീവിക്കാൻ. എപ്പോഴാണ് മരണം, ഏത് രൂപത്തിലാണ് മരണം വരിക എന്ന് നമുക്കൊരാൾക്കും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് മരണം വരുന്ന സന്ദർഭത്തിൽ സഹോദരങ്ങളെ നല്ല സമാധാനത്തോടു കൂടി, നേരത്തെ പറഞ്ഞ മലക്കുകൾ വന്നിട്ട് നിങ്ങൾക്ക് സമാധാനമുണ്ട് എന്ന് മലക്കുകൾ സന്തോഷ വാർത്ത അറിയിക്കുന്ന സുമ്മല്ലദീന ഖാലു إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا. ألا تخافوا, നിങ്ങൾ പേടിക്കേണ്ട, ولا تحزنوا, നിങ്ങൾ ദുഃഖിക്കേണ്ട അല്ലേ. പേടിയും ദുഃഖം നമ്മൾ എപ്പോഴും പരിശോധിച്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇസ്ലാം നൽകുന്ന ഏറ്റവും വലിയ ഒരു ഇസ്സത്ത് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ഒരു കംഫർട്ട് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ഒരു തണല് ഈ ദുനിയാവിൽ എന്ന് പറഞ്ഞത് ഈ 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ പേടിക്കേണ്ട, 2, നിങ്ങൾ ദുഃഖിക്കേണ്ട. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ ദുഃഖിക്കേണ്ട. ഈ പേടി എന്തിനെ കുറിച്ചാണ്? പേടി എപ്പോഴും നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. പേടി വരാനുള്ളതിനെ കുറിച്ചാണ് പേടി ഉണ്ടാകുക അല്ലേ. എന്റെ കുട്ടിയാൾക്ക് അസുഖം വരുമോ, എന്റെ ജോലി നഷ്ടപ്പെടുമോ, എന്റെ വണ്ടി കുത്തുവോ അല്ലേ, എന്റെ കുട്ടി പരീക്ഷയിൽ തോൽക്കുവോ, ഇതിനെ കുറിച്ചാണ് പേടി ഉണ്ടാകുക അല്ലേ. ഇപ്പൊ നമ്മൾ ഇവിടെ അറിയാം, ഇരുട്ടത്ത് പോകുമ്പോൾ പാമ്പ് കടിച്ചോ എന്ന് പേടി ഉണ്ടാവും. എന്നാൽ ദുഃഖം എപ്പോഴാണ് ഉണ്ടാകുക? ദുഃഖം കഴിഞ്ഞു പോയതിനെ കുറിച്ചാണ് ഉണ്ടാകുക
കഴിഞ്ഞു പോയതിനെ കുറിച്ചാണ് ദുഃഖം ഉണ്ടാകുക. ആ പരീക്ഷ തോറ്റു, ഒന്നുകൂടി നന്നായിട്ട് പഠിക്കാമായിരുന്നു അല്ലേ. ഭാര്യനെ ചീത്ത പറഞ്ഞു, കുട്ടിനെ തച്ചു, തല്ലണ്ടില്ലേന്നു, ഞാൻ ആ ദേഷ്യത്തിലാണ് തച്ചതാണ് അല്ലെ. തല്ലന് അത്രയൊന്നും തല്ലാൻ മാത്രമൊന്നും കുട്ടി ചെയ്തിട്ടില്ല. കുട്ടിനോട് പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാകും ഞാൻ എന്റെ ദേഷ്യം തീർത്തോ അല്ലെ. കുട്ടിനെ അടിക്കുന്നതിലൂടെ നമ്മൾ എന്താ ചെയ്ത്, നമ്മൾ ദേഷ്യം തീർക്കുകയാണ് ചെയ്തത്. അല്ലാതെ കുട്ടി നന്നാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആ ദേഷ്യം വരുന്ന നേരത്തെ നമ്മൾ തല്ലരുത് അല്ലെ. നമ്മളെല്ലാം സെറ്റിലായതിനു ശേഷം രാത്രി ഓനെ വിളിച്ചിട്ട് എന്ത് ചെയ്യാ, കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഇനി ചെയ്യാൻ പാടില്ല എന്ന് പറയാം. പിന്നെയും ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ തല്ലണം. ആ തല്ലുകയാണെങ്കിൽ തന്നെ ആ ദേഷ്യമുള്ള നേരത്ത്, ആ ഈറടിച്ചിക്കുന്ന നേരത്ത് പോയി തല്ലരുത്. അപ്പൊ നമ്മൾ ക്ഷമിച്ച് നിന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അപ്പൊ തല്ലിന് അത്ര ദമ്മുണ്ടാവില്ല, തല്ലിന് അത്ര അക്രമ സ്വഭാവം ഉണ്ടാവില്ല. മറ്റെന്തരോ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് ശത്രു തുപ്പാണ്. വാളിങ്ങട് ഇങ്ങനെ പൊന്തിച്ച് കഴുത്ത് വെട്ടാൻ നിൽക്കുമ്പോൾ തുപ്പാണ്, മുഖത്തേക്കാണ് തുപ്പി. ആ വാളിന് താത്തി എന്നാണ്, വാളിന് താത്തി. എന്താ ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി എന്താ പറയുക, അപ്പോഴെങ്ങാനും ഞാൻ വെട്ടിയാല് ആ തുപ്പിയിലുള്ള ഈറിയും കൂടിയും ആ വെട്ടലുണ്ടാവുന്നതാണ്. എന്റെ നീയത്ത് മാറിപ്പോവും, ഇഖ്ലാസ് മാറിപ്പോവും. ചെയ്യുന്ന കർമ്മങ്ങളിലെ ഇഖ്ലാസാണ് അള്ളാഹു നോക്കുക. ഇഖ്ലാസ് ഇല്ലാത്ത കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കൂല. എന്താണ്, അള്ളാഹ്ക്കും വേണ്ടിയുള്ള യുദ്ധമാണ്. അതിന്റെ മുഖത്തേക്ക് തുപ്പിയതുള്ളൊരു ഈറ ആ വെട്ടലിൽ വന്നാല് സഹോദരങ്ങളെ അതിന്റെ കൂലി പോയി, അതിന്റെ നീയത്ത് മാറി അല്ലേ. അതുകൊണ്ട് വെട്ടിയില്ലെന്നാണ്. അത്രയും സൂക്ഷ്മതയുള്ളവരായിരുന്നു സഹാബത്ത്. അതുകൊണ്ട് നമ്മൾ ഈറടിച്ചിക്കണ നേരത്തെ എന്ത് ചെയ്യരുത്, കുട്ടികളെ തല്ലരുത്. ആ ഈറും കൂടി ആ തല്ലലുണ്ടാവും. അവര് എന്തിനാ നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത്, എന്തിനാ നമ്മൾ തല്ലണത്, ഒരു മാറാനാണ്. അങ്ങനെയാണെങ്കിൽ തല്ലിനേക്കാൾ എത്രയോ വേറെ മാർഗങ്ങൾ, മാറാൻ അതിനേക്കാൾ നല്ല മാർഗങ്ങളുണ്ട്. അതാണ് ഒരാൾ സ്വീകരിക്കേണ്ടത്. ഇനി അതല്ല, ഒരു തല്ലി നമുക്ക് കൊടുക്കണം, ഒന്ന് മാതൃകാപരമായി ശിക്ഷിക്കണം എന്നാണെങ്കിൽ അത് ഈറടിച്ചിക്കണ നേരത്തെ എന്ത് ചെയ്യരുത്, നമ്മൾ ചെയ്യരുത്. ആ ഈറ മാറുമ്പോൾ നമ്മൾ ചെയ്താൽ നമുക്ക് ചിലപ്പം തല്ലാൻ തോന്നൂല. അപ്പൊ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ നമ്മൾ ദുഃഖിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു തണൽ എന്ന് പറഞ്ഞാൽ തന്നെ വിശ്വാസികളെ മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തനാക്കുന്നത് ഈ ഒരു വിശ്വാസമാണ്, ഈ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, ഈ ഒരു നിർഭയത്വം അല്ലെ. നിങ്ങൾ ദുഃഖിക്കേണ്ട, ഈ കഴിഞ്ഞ കാര്യത്തെ പറ്റി നിങ്ങൾ വിഷമിക്കേണ്ട അല്ലെ. എപ്പോഴറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടി, നബി പ്രവാചകനാണെന്ന് പ്രഖ്യാപിച്ച്, നബി കുടുംബക്കാരോടൊക്കെ പറഞ്ഞ് എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച് കുറച്ചു കാലം പിന്നെ വഹിയൊന്നുമില്ല. ആൾക്കാർ കളിയാക്കുക, എവിടെ നബിയെ, എന്റെ മലക്കൊക്കെ പോയോ, എന്റെ വഹിയൊക്കെ പോയോ എന്ന് നബിനെ കളിയാക്കാൻ തുടങ്ങി. 6 മാസമായി വഹി വന്നിട്ട് നബിക്ക് വിഷമായി, ആൾക്കാർ കളിയാക്കാണ്. നബിക്ക് തന്നെ തോന്നി ഞാൻ നബി അല്ലേന്ന്. കാരണം നബിയാണെന്ന് പറഞ്ഞു, വഹി വന്നു അല്ലേ. വഹി വന്നങ്ങൾ നോക്കിണ്ടോ, വഹി വന്നെന്താ, ഒരു ഗുഹയിലിരിക്കുമ്പോ ബാക്കിൽ ഒരാൾ അണഞ്ഞുട്ടി പിടിച്ച് പെരുത്താക്കി, ഇക്ര എന്നിട്ട് നെഞ്ചുകെട്ടി പിടിച്ച് ചതച്ചക്കാണ്, ഇക്ര എന്നിട്ട് പനിച്ചു പോയി കടന്നക്കാണ്. എന്നിട്ട് ഒരാള് വറഖത്ത് ബിൻ നൗഫൽ വന്നിട്ടാണ് പറയണത്, അത് ജിബ്രീലാണ്, അത് ബൈബിള് പഴയ നിയമത്തില് മൂസന്റെ അടുത്തേക്ക് വന്ന നബിയാണ്, അല്ല മലക്കാണ് വന്നത്, ഇത് ജിബ്രീലാണ്, ഇത് നബിയാണ് എന്ന് ആരാ പറഞ്ഞത്, വറഖത്ത് ബിൻ നൗഫലാ പറഞ്ഞത്. ആകാശത്തെ എഴുതി കാണിച്ചേക്കല്ല മുഹമ്മദ് നബിയാണെന്ന്. അങ്ങനെ നബിയാണ് തോന്നി, അങ്ങനെ നബിയാണെന്ന് പറഞ്ഞു, വഹി കിട്ടി. പിന്നെ വഹിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, പിന്നെ വഹിയില്ല, എല്ലാവരും കളിയാക്കുക, നബിക്ക് തന്നെ തോന്നി ഞാൻ നബിയല്ലേ എന്ന്. അപ്പോഴാണ് ഇറങ്ങണത്. ഇപ്പോൾ നിങ്ങൾ ആ സൂറത്ത് ഓതി നോക്കി, ഒരു ഇടങ്ങേറുള്ള നേരത്തെ സൂറത്ത് ഓതി നോക്കി, എന്താണ് നിന്റെ റബ്ബ് നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, നിന്റെ റബ്ബ് നിന്നെ വെറുത്തിട്ടില്ല നബിയെ. നിനക്ക് വന്നതിനേക്കാൾ ഉത്തമം വരാനുള്ളതാണ്, നിന്റെ റബ്ബ് നിനക്ക് നൽകും, അപ്പൊ എനിക്ക് തൃപ്തിയാകും എന്നൊക്കെ ളുഹാ സൂറത്താണ്. അപ്പൊ എന്താ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അങ്ങനെ പ്രയാസങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദീൻ നൽകുന്ന ഏറ്റവും വലിയ ഒരു സുരക്ഷിതത്വം എന്നത്, ഒരു തണൽ എന്നത് സത്യത്തിൽ ഈ അള്ളാഹുവിലുള്ള അചഞ്ചല വിശ്വാസമാണ് അല്ലെ. എന്തൊരു പ്രയാസം ഉണ്ടെങ്കിലും ഇതൊക്കെ എന്റെ റബ്ബ് അറിയുന്നുണ്ട്, ഇതൊക്കെ എന്റെ റബ്ബ് അറിയുന്നുണ്ട്, ഇതൊക്കെ എന്റെ റബ്ബ് തന്നെയാണ് എനിക്ക് നൽകിയത്. ഇപ്പൊ എന്റെ കുട്ടി മരിച്ചു അല്ലെ, എന്റെ കുട്ടി മരിച്ചു. ഒരു കുട്ടി മരിക്കുമ്പോൾ ഒരു കുട്ടി നമ്മള് ഒരു ബാപ്പ ജീവിച്ചിരിക്കുമ്പം ഒരു കുട്ടി മരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ വിഷമമുള്ള കാര്യമാണ് അല്ലെ. എന്റെ വാപ്പാന്റെ മയ്യത്ത് നിസ്കരിക്കുമ്പം എനിക്ക് എത്ര സങ്കടം ഉണ്ട്, അതിനേക്കാളേറെ സങ്കടം ഉണ്ടാവും എന്റെ മകന്റെ മയ്യത്ത് ഞാൻ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ. കാരണം ഞാൻ ഒരിക്കലും ആഗ്രഹിക്കണില്ല എന്റെ മകന്റെ മയ്യത്ത് നിസ്കരിക്കണം എന്ന്. എന്റെ മകൻ എന്റെ മയ്യത്ത് നിസ്കരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ
പക്ഷെ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ മകന്റെ മയ്യത്ത് നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ അത് വല്ലാത്ത വിഷമമുള്ള ഒരവസ്ഥയാണ്. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കുമ്പം, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പം മക്കൾ മരിച്ചു പോകുന്ന മാതാപിതാക്കൾക്ക് ആശ്വാസം നൽകുന്ന ഹദീസുകളുണ്ട്. എന്താണ്? വല്ലാത്ത വിഷമത്തിലും നമുക്ക് നിലനിൽക്കാൻ, പിടിച്ചു നിൽക്കാൻ അള്ളാഹു നൽകിയ വഹിയുണ്ട്. എന്ത്? സ്വർഗമുണ്ട് എന്നുള്ള, സ്വർഗം കിട്ടും, ക്ഷമിച്ചാൽ സ്വർഗം കിട്ടും എന്നുള്ളത് അല്ലേ? മലക്കിനോട് ചോദിക്കും, എന്താണ് എൻ്റെ അടിമയുടെ കരളിന്റെ കഷ്ണമാണല്ലോ മലക്കെ നീ പറിച്ചെടുത്തത്, എൻ്റെ അടിമ എന്താണ് പ്രതികരിച്ചത് എന്ന് മലക്കിനോട് ആ സമയത്ത് അള്ളാഹു ചോദിക്കുന്നതാണ്. അപ്പൊ മലക്ക് പറയും, നിന്റെ അടിമ പറഞ്ഞു അൽഹംദുലില്ലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിന്റെ അടിമ എന്താ പറഞ്ഞോ? മകന്റെ മരണവാർത്ത കേട്ടു അല്ലെ, മകൻ ആക്സിഡന്റ് ആയി ഗൾഫിൽ മരിച്ചുകണ് എന്നുള്ള ന്യൂസ് കേട്ടപ്പം ആ വാപ്പ എന്താ പറഞ്ഞറിയോ? അൽഹംദുലില്ലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് ആ വാപ്പ പറഞ്ഞത് എന്ന് മലക്ക് പടച്ചോനോട് പറയുന്ന. അപ്പൊ പടച്ചോൻ പറയും, സമ്മാ ബൈത്ത്, എന്താണ്? ബനാ ബൈത്തുൽ ഹംദ്, സമ്മാ ബൈത്തുൽ ഹംദ്. ഒരു വീടുണ്ടാക്കാൻ പറയും കേട്ടോ. ആ വീടിന് ബൈത്തുൽ ഹംദ് എന്ന് പേരിടാൻ പറയും. സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി ആ വീടിന് ബൈത്തുൽ ഹംദ് എന്ന് പേരിട്ടിട്ട് അത് രജിസ്റ്റർ ചെയ്തിട്ടാണ് കൊടുക്കാൻ പറയും. ആര്? പടച്ചോൻ ആ മലക്കിനോട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അതാണ് ഒരു വിശ്വാസിക്ക് ലഭിക്കാൻ പോകുന്നത് അല്ലേ? ഒരു മക്കള് മരിക്കുന്ന മാതാപിതാക്കൾക്ക് ലഭിക്കാനിരിക്കുന്ന അളവറ്റ അനുഗ്രഹങ്ങൾ നാളെ പരലോകത്ത് ഒരു ഗ്രന്ഥം എഴുതാണ് ഒരു പണ്ഡിതൻ, താബിവര്യനായ ഒരു പണ്ഡിതൻ അതിന്റെ ഗ്രന്ഥം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും പ്രതിഫലം എൻ്റെ ഹദീസിൽ വന്നത്. അത് എഴുതി അവസാനം അദ്ദേഹം പറയാണ്, 12 എത്രയോ മക്കളുണ്ട്, എൻ്റെ ഒരു മകൻ പോലും മരിച്ചില്ലല്ലോ എന്നുള്ളത്. ഇത്രയും പ്രതിഫലം ഇതൊക്കെ കിട്ടാൻ ഒരു കുട്ടി പോലും എനിക്ക് മരിച്ചില്ലല്ലോ എന്ന് അദ്ദേഹം സങ്കടപ്പെട്ടു എന്ന് ആ ഗ്രന്ഥം എഴുതുമ്പം അദ്ദേഹം പറഞ്ഞതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അത്രയും പ്രതിഫലമാണ് മക്കൾ മരിച്ചാൽ മാതാപിതാക്കൾക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഇതൊന്നൊരു നഷ്ടമല്ല. ഇനിയിപ്പോ സഹോദരങ്ങളെ, മക്കൾ മരിച്ചില്ലായി വിചാരിച്ചോളി, ഇതൊക്കെ കുറച്ചല്ലേ, ഒരു 60-70 കൊല്ലല്ലേ ഇനി ജീവിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ഒരു മരിക്കും, അതിന്റെ മുമ്പ് നമ്മൾ മരിക്കും, എല്ലാവരും ഇവിടുന്ന് പോകും, ആരും ഇവിടെ ബാക്കിയാവില്ല. അതുകൊണ്ട് ഈ മരണത്തിന് ശേഷമുള്ള ജീവിതം, അതാണ് യഥാർത്ഥ ജീവിതം. അതിലേക്കുള്ളൊരു വിളവെടുപ്പ് മാത്രമാണ് ഇഹലോക ജീവിതം എന്ന ജീവിതത്തിന്റെ ഏറ്റവും ശരിയായ കാഴ്ചപ്പാട് ആർക്ക് മനസ്സിലാക്കാൻ സാധിച്ചോ സഹോദരങ്ങളെ, അവർക്കാണ് ഈ ജീവിതത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കുള്ളൂ. ഈ ജീവിതത്തിൽ സ്വർഗത്തെ കണ്ടെത്താൻ സാധിക്കുള്ളൂ അല്ലെ? ദുനിയാവിലൊരു സ്വർഗമുണ്ട് അല്ലെ? അള്ളാഹുവിനെയും റസൂലിനെയും അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് പോയ വ്യക്തിക്ക് അള്ളാഹു എന്ത് ചെയ്യും? വലനുഹിയന്നഹു ഹയാത്തൻ ത്വയ്യിബതൻ, അവർക്ക് നാം നല്ല ഒരു ജീവിതം നൽകുമെന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്തുണ്ട്. ആ ജീവിതം എന്ന് പറഞ്ഞാൽ പരലോകത്ത് മാത്രമല്ല, അത് ദുനിയാവിലുണ്ട്. ആ ഹയാത്തൻ ത്വയ്യിബത്ത് എന്താണ്? അത് ഇവിടെ അല്ലലും പിരിയില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ പട്ടിണി ഇല്ല എന്നാണോ? ഇവിടെ സങ്കടം ഇല്ല എന്നാണോ? ഇവിടെ ദുഃഖമില്ല എന്നാണോ? ഇവിടെ പ്രയാസം ഉണ്ടാവില്ല എന്നാണോ? ഇവിടെ പീഡനം ഉണ്ടാവില്ല എന്നാണോ? അല്ല, ഏത് പ്രയാസങ്ങൾക്കും ഏത് പീഡനങ്ങൾക്കും ഇടയിൽ അവർ വലിയ സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. അതാണ് വിശ്വാസത്തിന്റെ പ്രത്യേകത അല്ലെ? കഴിഞ്ഞ ദിവസം സുഹൃത്ത് പറഞ്ഞു, പെരുന്നാളിന് ഒരു സന്തോഷമില്ലാന്ന്. പെരുന്നാളിന് ഡ്രസ്സ് എടുത്തിട്ടില്ല, പെരുന്നാളിന് പടക്കം പൊടിച്ചിട്ടില്ലല്ലോ, പെരുന്നാളിന് ആരും ഇപ്രാവശ്യം ഞങ്ങളെ വീട്ടിൽ ഒരു സന്തോഷമില്ല. എന്താ വെച്ചാൽ വാപ്പാക്ക് അതിന്റെ മുമ്പത്തെ ആഴ്ച അറ്റാക്കായി, വാപ്പപ്പോഴും ICU പോന്നിട്ടില്ല. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. പെരുന്നാളിന്റെ സന്തോഷം എന്നത് എന്താണ്? വാപ്പ ICUലായ ഇല്ലാതാവുന്നതാണോ പെരുന്നാളിന്റെ സന്തോഷം? എന്താണ് പെരുന്നാള്? അല്ലാഹു ഞങ്ങൾക്ക് നൽകിയ ഹിദായത്തിന്റെ പേരിൽ നിങ്ങൾ അല്ലാഹുവിനെ തക്ബീർ ചെയ്യാനുള്ളതാണ് പെരുന്നാള്. അതാണ് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ സന്തോഷിക്കാനുള്ളതാണ്. എങ്ങനെ സന്തോഷിക്കേണ്ടത്? പടക്കം പൊട്ടിച്ചിട്ടല്ല, തക്ബീർ ചൊല്ലിയിട്ടാണ്. നിങ്ങളെ വാപ്പ ICUലായാല് നിങ്ങൾക്ക് തക്ബീർ ചെല്ലാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? സന്തോഷം ഉണ്ടാവുള്ളൂ. ICUവിന്റെ മുന്നിൽ കുത്തുന്നത് തക്ബീറാക്കൂ. ഈ വാട്സപ്പ് കാണുന്നേ, യൂട്യൂബ് കാണുന്നേക്കാൾ മൂടുണ്ടാകുക തക്ബീർ ചെല്ലാനുണ്ടാകുക. അതാണ് പെരുന്നാളിന്റെ സന്തോഷം. അത് വാപ്പ ICUലായാലും ICUലായാലും വാപ്പ മരിച്ചാലും മകൻ മരിച്ചാലും തീരുന്നതല്ല, പോകുന്നതല്ല പെരുന്നാളിന്റെ യഥാർത്ഥ സന്തോഷം. അത് കൂടുന്നതാണ്, അത് തക്ബീറിൽ ചെല്ലുന്നതാണ്, അത് അള്ളാഹുവിലേക്ക് മടങ്ങുന്നതാണ്. അള്ളാഹുവിനോട് മുനാജാത്ത് നടത്തി സുന്നത്ത് നമസ്കാരങ്ങളിലൂടെ, ഫർള് നമസ്കാരങ്ങളിലൂടെ അള്ളാഹുവിനോട് സംഭാഷണം നടത്തുന്ന ആ വലിയ സന്തോഷവും സുഖവുമാണ് ഒരു വിശ്വാസിക്ക് ഈ ദുനിയാവിൽ നേടാനുള്ളത്. അതുകൊണ്ട് ഹയാത്തൻ ത്വയ്യിബത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച മാതിരി ഈ ദുനിയാവിന്റെ കുറെ വിഭവങ്ങളും സന്തോഷങ്ങളും കിട്ടുമ്പോഴുള്ള സുഖമല്ല. നമ്മൾ വിചാരിക്കണം എന്താ അറിയോ? നല്ല AC, ചൂടുള്ള സമയത്ത് AC ഒരു 17 ഇട്ടിട്ട് നല്ല കമ്പിളി കൊണ്ട് ഇങ്ങനെ പൊതച്ചിട്ട് നല്ല AC ഒരു 16 ഇടുക, എന്നിട്ട് നല്ല കമ്പിളി പൊതച്ച് കിടക്കുക. എന്തൊരു സുഖയിക്കാരല്ലേ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. അങ്ങനെ കിടക്കണ കുറെ മനുഷ്യന്മാർ ഈ ലോകത്തുണ്ട്, പക്ഷെ ഓർക്ക് ഉറക്കം വരുന്നില്ല.
ഓല് കുളി കുടിച്ചിട്ടാണ് ഉറങ്ങണേ. AC 17 ഇട്ട് കമ്പിളിന്റെ ഉള്ളില് കെട്ടിപ്പിടിച്ച് കടന്നിട്ടും ഉറങ്ങാത്തവർ, ഉറക്കുകുളി കഴിച്ചിട്ട് ഉറങ്ങുന്നവർ. ഞാൻ അപ്പുറത്ത് ചെന്ന് നോക്കി, ഒരു ഫാനും ഇല്ലാതെ വേർത്ത് വെച്ചിട്ട് ഞാൻ ഉറങ്ങണോലുണ്ട്. കൂർക്കം വലിച്ചുറങ്ങണോല്, ഫാനും ഇല്ല, AC ഇല്ല, വേർത്ത് ഇങ്ങനെ ഒലിച്ച് ഓന്റെ തുണിയും പഞ്ഞിലൊക്കെ നനഞ്ഞ് കുതിർന്നുണ്ടാവും. എന്താ ഉറക്കം. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കണ്ട, ഞാനൊരു ഉസ്താദും കൂടി പോവുകയാണ്. ഒരു പരിപാടി കഴിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങാണ്. അപ്പോൾ ട്രെയിൻ ലേറ്റ് ആയി. ഇവിടെ തമിഴ്നാട് കൂടെ ട്രെയിന് ദിമ കയറി, എന്താണ് പാളത്തുനിന്ന് ചാടിപ്പോയി കണ്ട് ട്രെയിനുകൾ മൊത്തത്തിൽ ലാഗാണ്. ആദ്യം 45 മിനിറ്റ് പറഞ്ഞു, പിന്നെ 2 മണിക്കൂർ പറഞ്ഞു, പിന്നെ ഒന്നും മുണ്ടണമല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ അടുത്തൊന്നും ട്രെയിൻ വരില്ല എന്നാണ്. അപ്പം അങ്ങനെ അന്തം വിട്ട് കുത്തിരിക്കുക. ആയപ്പോൾ ഞാനിപ്പോൾ വരും വിചാരിച്ചിട്ട് AC ടിക്കറ്റ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഞാൻ ഫാനൊന്നും ഇല്ലെടുത്ത് പോയി നിൽക്കണല്ലോ, വണ്ടി വന്നാൽ നേരെ കയറി ACക്ക് ഇരിക്കാലോ വിചാരിച്ച് ഞാൻ ഫാൻ ഇല്ലാത്തടത്ത് സീറ്റ് ഒന്നും കിട്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വണ്ടി വരുന്നേ കാണാനല്ല. അപ്പം എൻ്റെ കൂടെ ഒരു ഉസ്താദുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഫലനുഹിയന്നഹും ഹയാത്തൻ തൊയ്യിബത്തെന്ന് ഖുർആനിലൊരു ആയത്തുണ്ട്. അപ്പം അതെങ്ങനെയാണ്? അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്ന നല്ല വിശ്വാസികൾക്ക് അള്ളാഹു നല്ലൊരു ജീവിതം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഈ ജീവിതം എന്ന് പറഞ്ഞത് സ്വർഗത്തിൻ്റെ പറ്റിയാണ്, ദുന്യാവിൽ നല്ലൊരു ജീവിതം കിട്ടുമെന്ന് ചോദിച്ചു. ദുന്യാവിൽ നല്ല ജീവിതം കിട്ടും എന്ന് പറഞ്ഞു. അപ്പം അതെങ്ങനെയാണ് ചോദിച്ചത്. അപ്പം എന്നോട് മൂപ്പര് കാണിച്ചു തരാണ്. നല്ല ഒരാളുണ്ട് അവിടെ കിടന്നുറങ്ങണം. നമ്മളെ കൂടെ പരിപാടിക്ക് വന്ന ഒരാളാണ്, നല്ല താടിയൊക്കെയുള്ള ഒരാളാണ്. മൂപ്പരുണ്ട് വേർത്തൊലിച്ച് ഒരു പരിക്കമുണ്ട് വിരിച്ചിക്കണം അവിടെ. ആ പരിക്കമുണ്ടിൽ ഇങ്ങനെ കിടന്നിട്ട് കൂർക്കം വലിച്ചുറങ്ങണം. ഇതാണ് ഹയാത്തൻ തൊയ്യിബത്തൻ എന്ന് പറയുന്നത്. ഇമാരി ചൂടത്ത് ഇങ്ങനെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങണമെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയും. അത് പടച്ചോൻ കൊടുക്കുന്ന ഒരു ഔദാര്യമാണ്. അത് നമുക്ക് AC ഇരുന്നാൽ കിട്ടാത്ത സാധനമാണ്. അതാ പറഞ്ഞത് ഫലനു. അതൊരു കാഴ്ചപ്പാടാണ്. ഏതൊരവസ്ഥ നമ്മളിങ്ങനെ നമ്മൾ പ്രയാസമാണെന്ന് ബാക്കിയില്ലോന്ന് തോന്നും. പക്ഷെ നമുക്ക് തോന്നിയില്ലെങ്കിൽ ഇപ്പം എൻ്റെ പോക്കറ്റിൽ എപ്പോഴും ഞാൻ പൈസ ഇടുമ്പോൾ എണ്ണലില്ല. കാരണം എണ്ണിയാൽ പിന്നെ കുറഞ്ഞാൽ നമുക്ക് സങ്കടവും. ഇപ്പം നമ്മൾ തിയേറ്ററിലോ എവിടെയെങ്കിലൊക്കെ ഇപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു 460 റുപ്യ വെച്ചുകൊണ്ട് നമ്മൾ വരുമ്പോൾ 360 ആണെങ്കിൽ ആരോ 100 റുപ്യ അടിച്ച് മാറ്റിയിട്ടുണ്ടാവും. പക്ഷെ നമ്മളത് അറിഞ്ഞാൽ എന്താണ്, നമുക്ക് സങ്കടമായി, നമ്മളെ പറ്റിച്ചല്ലോ. മറ്റു നമ്മൾ അറിയണില്ലല്ലോ, നമുക്ക് സങ്കടമില്ല. എത്രയൊന്നും നമുക്ക് ആദ്യം അറിയില്ല, എപ്പോഴും അറിയില്ല, പ്രശ്നമല്ലല്ലോ. ഞാൻ പറഞ്ഞ ചിലതൊക്കെ നമുക്ക് അറിയുമ്പോഴാണ് സങ്കടമുള്ളൂ, അറിഞ്ഞില്ലേ ഒരു പ്രശ്നമില്ല. അപ്പം അങ്ങനെ അതാണ് നമ്മളെങ്ങനെയാണോ ഇതിനെ നോക്കിക്കാണുന്നത്, അതിനനുസരിച്ചാണ് നമ്മളെ മാനസിക വ്യാപാരം എങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ വിചാരിച്ചും ഇതൊക്കെ സന്തോഷമാണ്, അല്ലെങ്കിൽ ഓൽക്കൊക്കെ സന്തോഷമാണ്, അതൊക്കെ ഒരു തോന്നലാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് പടച്ചോൻ തന്നെ തരണം. സന്തോഷം സമാധാനം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതാർക്കും നേടിയെടുക്കാൻ പറ്റൂല. അത് അള്ളാഹു ഔദാര്യമായിട്ട് തരണം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ കൃത്യമായിട്ട് ദീന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞത്, ദുന്യാവിന് പടച്ചോനൊരു സ്വർഗം വെച്ചിക്കണേ, ആ സ്വർഗം ആസ്വദിക്കാൻ കഴിയണവനാണ് നാളെ പരലോകത്ത് സ്വർഗം കിട്ടുക എന്നാണ്. കാരണം അതൊരു നിലപാടാണ്, ജീവിതത്തിന്റെ നിലപാടാണ്. ഇതെന്താണ്, നിങ്ങൾ ഒരു പെരീക്ക് ഒരു വീട്ടിക്ക് ഇതിനു വേണ്ടി ചെല്ലുകയാണ്. അതായത് അവിടുന്ന് ഒരു അപേക്ഷ വന്നു, ഒരു പെരീന്ന് ഒരു അപേക്ഷ വന്നു. 3 മാസം കൂടുമ്പം ഒരു ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ട് ആ പെരീത്തെ കുട്ടിക്ക്. 20,000 റുപ്യാണ് ഇഞ്ചക്ഷന്റെ വില. 20,000 റുപ്യ. അത് 3 മാസം കൂടുമ്പോൾ അടിച്ചണം. അപ്പൊ അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്, കുറെ കാലമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താ എത്ര കാലമായിട്ടും ഈ കുട്ടി മരിച്ചിട്ടില്ല. അത് 3 മാസം കൂടുമ്പോൾ 20,000 റുപ്യ കൊടുക്കണ്ടേ? അപ്പോ ഒന്ന് അന്വേഷിക്കണം അവിടെ പോയിട്ട്, എന്താണിത് സത്യാവസ്ഥ. അങ്ങനെ ആ വീട്ടിൽ അന്വേഷിക്കാൻ വേണ്ടി ചെല്ലുമ്പം ഞാൻ കണ്ട കാഴ്ചകളോട് പറയണം. എന്തിനോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളതൊന്നും ഒരു സങ്കടമല്ല. ആ പെരീക്കണ് കയറി ചെല്ലുമ്പോൾ ആ പെരിയിൽ ഒരു പെൺകുട്ടി, 20 വയസ്സായ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിക്കാണ് ഈ ക്യാൻസർ. തലച്ചോറിന്റെ താഴെ, തലച്ചോറിന്റെ ഉള്ളിലാണ് ക്യാൻസർ. അതിൻ്റെ ഉള്ളിലേക്ക് പോണ വലിയ രക്തം, കഴുത്തു നിന്ന് പോണ കണ്ടനാടിയുണ്ട്, അത് നേരെ തലച്ചോറിന്റെ ഉള്ളിലേക്ക് കയറുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ഈ മുഴ. ഈ രക്തക്കൊഴലിനോട് ചേർന്നാണ് ഈ മുഴ നിൽക്കുന്നത്. അതുകൊണ്ട് സർജറി ചെയ്യുന്നത് റിസ്ക് ആണ്. സർജറി ചെയ്യാൻ മരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സർജറി പറ്റൂല. ഈ ഇഞ്ചക്ഷൻ വെച്ചാൽ ഈ മുഴ വലുതാവില്ല. പക്ഷെ 3 മാസം കൂടുമ്പോൾ ഇഞ്ചക്ഷൻ വെക്കണം. 20,000 റുപ്യാണ് ഇഞ്ചക്ഷന്റെ വില. ഈ പെരിയിലെ മാപ്പാന്റെ അവസ്ഥ എന്താ പറയുക, TB ബാധിച്ച്, നട്ടലിന് TB ബാധിച്ച് കിടപ്പിലാണ്. ഉമ്മാക്ക് മൊത്തം പിരാന്താണ്. ഉമ്മ അങ്ങനെ ചിറിച്ച് കുത്തിരിക്ക കസാലയില്. മക്കളെ എന്താപ്പോ, പാപ്പ അങ്ങനെ കിടക്കുക അവിടെ. അങ്ങനെ നമ്മള് ഒരു തലയും പാലും ഇല്ലാതെ വർത്താനം പറഞ്ഞ പിരാന്ത്. ഇത് മൂത്ത മകള്. രണ്ടാമത്തെ മകള് ചെറിയൊരു പണിക്കെന്തോ, ടൈലറിംഗ് പണിക്കെന്തോ പോകുന്നുണ്ട് കേട്ടോ. ഇതാണ് ഈ പെരന്റെ അവസ്ഥ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രയൊക്കെ അവസ്ഥകളെ പെരിയിലുണ്ടോ? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഇളച്ചന്റെ പെര വലുതായി എന്നുള്ളതുകൊണ്ട് അല്ലേ, ഇളച്ചിക്ക് ഇളച്ചൻ എന്തോ കൊടുത്തുകണ് അല്ലേ, ഇപ്രാവശ്യം പെരുന്നാക്കൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുത്തുകണ്, ഒരു മാല കൊടുത്തുകണ്, ഒരു മോതിരം, വെഡിങ് ആനിവേഴ്സറി. ചില ആൾക്കാർ വരും, ഓളെ വെഡിങ് ആനിവേഴ്സറിക്ക് ഇളച്ചിക്ക് വാങ്ങിക്കൊടുത്ത് നിങ്ങൾ കണ്ടോ? ഏച്ചിപ്പോ നോക്കി ഇറക്കണ പണിയല്ലേ.
എന്താ സഹോദരങ്ങളെ, നമ്മളെ മാപ്പിള വാങ്ങിത്തരുന്നേ നമ്മൾ കഴിയുന്നത് വാങ്ങിക്കൊടുക്കണം തന്നെ ഞാൻ പറയണേ. പക്ഷെ എന്താ നിങ്ങൾ അപ്പുറത്തുപ്പുറത്തുള്ളവരുടെ ആന മുക്കിനുണ്ടാണ് അണ്ണാ മുക്കി അന്തേക്കാര സ്ഥിതി. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇളച്ചൻ കഴിച്ചുന്ന പേര, മൂത്തച്ഛൻ കഴിച്ചുന്ന പേര, അല്ലെങ്കിൽ അവിടുത്തെ അലോകക്കാരൻ കഴിച്ചുന്ന പേര, മറ്റേ എളാപ്പാന്റെ മക്കൾ കഴിച്ചുന്ന പേര, അതൊക്കെ നോക്കിയിട്ടല്ലേ നമ്മളെ പേരാന്ന് പറഞ്ഞാൽ നമ്മളെ തടിയും മണ്ണും നമ്മളെ കാലിന്റെ മുട്ടുവേദനയും നോക്കിയിട്ട് കയറ്റിയാൽ പോരെ നമ്മളെ പേര. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് പേരായിട്ട് ഓൻ പറയാം, 7ാമത്തെ ദിവസം ഓന് പേസ്റ്റും ബ്രഷും എടുത്ത് താഴത്തേക്ക് പോന്നാത്രേ. ഓൻ ഉണ്ടാക്കിയപ്പം വലിയ ബെഡ്റൂമൊക്കെ മേലുണ്ടാക്കി ഓന് കിടന്നുറങ്ങാം. 7ാമത്തെ ദിവസമായപ്പം പേസ്റ്റും ബ്രഷും എടുത്ത് മൂപ്പര് താഴത്തെ റൂമൊക്കെ പോന്നു. പിന്നീട് കയറി നോക്കിയിട്ടില്ല. ഓന്റെ മാസ്റ്റർ ബെഡ്റൂമും വേണ്ട, ഒരു തേങ്ങയും വേണ്ട. 7 ദിവസം നിന്നത് ആ റൂമിൽ. പക്ഷെ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ ആലോചിക്ക്, ഒരു കൊല്ലൊക്കെ ആ പെരപ്പണി നടക്കുമ്പോൾ അങ്ങനെ പോയി നോക്കിയിട്ട് ഓന് കിടക്കാനുള്ള റൂമാണല്ലപ്പത്, അതിന്റെ പണിയും എന്തൊക്കെ സ്വപ്നവും കണ്ടിട്ടുണ്ടാവും. വെറും 7 ദിവസമായിരുന്നു താഴത്തെ ചെറിയ റൂമിൽ വന്നപ്പോൾ നിൽക്കണം. അത് മതി, വേറെ കയറിപ്പോകാനാവില്ലെന്ന്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ തോന്നലാണ്. വലിയ പെര നമ്മളെ മുട്ടിനും കാലിനും വണ്ണത്തിനൊക്കെ അനുസരിച്ച് അതിന്റെ പെരം വലിപ്പമൊക്കെ ഉണ്ടാക്കിയാൽ മതി. ഇനി ആരും വന്നിട്ടില്ലെങ്കിലും പണിയെടുക്കാനൊന്നും ഇനി ആരും കിട്ടൂല. പണ്ടത്തെ മാരിയൊന്നല്ല ഇപ്പോൾ ആൾക്കാർ. അതുകൊണ്ട് ഇതൊക്കെ തേച്ചു ഓറാനൊക്കെ ഇതൊക്കെ ഒന്ന് അടിച്ചേരണ്ടേ. കാരണം കഴിഞ്ഞ ദിവസം നമ്മളെ നാട്ടിൽ വലിയ മുതലാളിയുണ്ട്. അയാളെ പെരിയിലെ മരുക്കള് ഒരു മൂത്ത മരുണ്ട്. അപ്പോൾ ഓനെ പള്ളിക്ക് നടക്കൾക്ക് കാണും ഞാൻ. അപ്പോൾ കാണുമ്പോൾ പറയും, ഞങ്ങൾ മൂത്ത മരുക്കൾ മാപ്പ വീട്ടിലധികം റൂം ഉണ്ടാകും. വലിയ പൈസക്കാരനാണ്, നല്ല കൊടുക്കും, പിഷ്കനല്ല. പക്ഷെ മൂപ്പരെ പെരിയിൽ ആകെ 4 റൂമുള്ളൂ. ഒരു റൂം മൂപ്പർക്ക്, ഒരു റൂം വയസ്സന്മാരാരെങ്കിലും മാപ്പിയമ്മക്കാരെങ്കിലും അമ്മായികളൊക്കെ വന്നാൽ നിൽക്കാള്, ഒരു റൂം ആണുങ്ങൾക്ക്, ഒരു റൂം പെണ്ണുങ്ങൾക്ക്. ഇനി മരുക്കളൊക്കെ വന്ന ആണുങ്ങളൊക്കെ റൂമിലും പെണ്ണുങ്ങളൊക്കെ റൂമിലും. ഓരോ 5 മക്കളുടെ 5 ബെഡ്റൂം ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഇനി നമ്മളെന്താ കൊല്ലത്തിൽ എന്തെങ്കിലും നടക്കുന്ന ഒരു കല്യാണത്തിനും തക്കാരത്തിനും ഈ 5 മരുക്കൾക്കും വന്ന് നിൽക്കുക, 5 റൂം ഉണ്ടാക്കിക്കുക. എന്നിട്ടോ ബാക്കിലിസൊക്കെ അത് ഒഴിഞ്ഞടക്കുക. എന്നിട്ട് അത് നന്നാക്കാൻ ആളെ കിട്ടില്ല, അതിങ്ങനെ പെയിന്റ് അടിച്ച് അതിന് ആൾക്കാർ മല്ലിക്കിട്ടുക. ഇങ്ങനെ ഇയാൾ വരെ 3 റൂമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്നിട്ട് മരുക്കളൊക്കെ വരുമ്പോൾ ആണുങ്ങളൊക്കെ റൂമിലാണ് കിടക്കാൻ. ഒരീസല്ലേ ഒരു തമാശ പറഞ്ഞ് കിടക്കും. എന്നിപ്പോ അവനാന്റെ പെണ്ണുങ്ങളെപ്പോലെ കിടക്കാം, ഔടി പെണ്ണുങ്ങളെപ്പം കിടക്കണോ? ഞാൻ പറഞ്ഞെന്തരോ സഹോദരങ്ങളെ, അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കാഴ്ചപ്പാട് വേണം ജീവിതത്തിൽ. അപ്പൊ അതിൽ സന്തോഷം ഉണ്ടാവും. ഇത് വലിയൊരു പെരണ്ടാക്കാൻ വേണ്ടി വലിയ പെരെല്ലാം മുഴുവൻ വിറ്റ് തൊലച്ച് പെരണ്ടാക്കി, എന്നിട്ട് അവസാനം ഇടങ്ങേറി പെട്ട് ചില പെരക്കങ്ങനെ നിൽക്കണാണ് കുറേ കാലമായിട്ട്. അപ്പൊ ഞാൻ ചോദിക്കും, ഇതെന്താ? അതെന്താ പറയുക, മൂപ്പര് വലിയ ആവേശത്തിൽ ഉണ്ടാക്കിയപ്പോൾ മൂപ്പര് ഡൗൺ ആണ്. എന്നിട്ട് 5 കൊല്ലമായിട്ട് പെരങ്ങനെ കിടക്കുക. ഇപ്പൊ പെയിന്റ് അടിച്ചാലും കൂടി വെച്ചാ പെയിന്റ് അടിച്ചാലേ കായും കൂടി ഇല്ല മൂപ്പരെടുത്ത്. എന്തിനാ അവനാന്റെ കൊത്തിയാ പോരെ, കൊത്തിയാ പോരെ. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങൾ, ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കി, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ എത്ര, ഈ ദുനിയാവ് എന്ന് പറഞ്ഞാല് ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്. നമ്മളിപ്പോ ഞാൻ അങ്ങോട്ട് വരുന്ന വഴിക്ക് ചായ ഒടിച്ചാൻ വേണ്ടിക്കാണ്ട് ഇപ്പൊ ഈ തിരുവേഗപ്പുറേ എവിടുന്നെങ്കിലും വളാഞ്ചേരി അങ്ങാടി ചായപ്പീടിയിൽ ഇറങ്ങിയാല് ആ ഇറങ്ങിയ ചായപ്പീടിയിൽ എൻ്റെ ഒരു നിലപാടെന്തേക്കാരം, ചായ ഒടിച്ച് പോകണമെന്നല്ലാതെ അവിടെ കസാല ഇട്ടോന്നോ, ആ കസാലക്ക് കാലിന് ഉറപ്പുണ്ടോന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും കുറെ കാര്യങ്ങൾ ഞാൻ നോക്കൂല. ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു പേപ്പർ ശരിയാക്കാൻ വേണ്ടി കലക്ടറേറ്റ് പോയി, അവിടെ അന്ന് ശരിയായില്ല, നാളേക്കെ ശരിയാവുള്ളൂ പറഞ്ഞു. തൽക്കാലം റൂം എടുത്തു അല്ലേ, നല്ലൊരു കക്കൂസ് ഉണ്ടോന്ന് മാത്രമേ നോക്കുള്ളൂ. കുറച്ചു നേരം കടന്നുറങ്ങിയിട്ട് രാവിലെ നമ്മൾ പരിപാടി വെച്ച് പോരണം. ആ റൂം എടുത്ത് ആ റൂമിന്റെ ചുമര് അത് ഉണ്ടുകണോ, അതിന്റെ പെയിന്റ് പോയിക്കണോന്ന് അതിന് നമ്മൾ പറഞ്ഞ് അത് നമ്മൾക്ക് ഒരു ദിവസം നിൽക്കാം. അത്ര ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിനോടുള്ള താല്പര്യം അത്ര മതി അല്ലേ. ദുനിയാവിന്റെ കാര്യം തരങ്ങള് അതെപ്പോഴും നീട്ടി വെക്കണം എന്നാണ് അല്ലേ. ഒരു പെരണ്ടാക്കാന്ന് പെരണ്ടാക്കാം. പക്ഷെ ആഖിറത്തിന്റെ കാര്യമാകുമ്പോ എന്താ നിങ്ങള് ഇപ്പൊ മരിക്കുന്ന ആളെ പോലെയാണെന്നാണ്. ഒരു ചെടി നടണോ, ഒരു മരം നടണോ, അത് വേണം നടുക. എന്നാലിപ്പോ പെരിയില് എന്താണ് ഗേറ്റ് നമുക്കൊന്ന് ഇലക്ട്രോണിക് ആക്കണം. കുട്ടികൾക്കൊക്കെ ഒരു അഭിപ്രായം, റിമോട്ടിന്റെ ഗേറ്റ് വേണം. എല്ലായിടത്തും ഇപ്പൊ റിമോട്ടിന്റെ ഗേറ്റാ. ഞമ്മക്കും വേണം കാർന്ന് സ്വിച്ചിട്ട ട്രെന്ന് തുറക്കണ ഒരു ഗേറ്റ്, ട്രെന്ന് പറഞ്ഞ അടിയുന്ന ഒരു ഗേറ്റ്. കുട്ടികൾക്കൊരാഗ്രഹം. അപ്പൊ പറയണേ, വെക്കണം നമുക്ക് വെക്കണം. ഞാൻ ഒന്ന് അന്വേഷിക്കണം. കുറെ കാലം നമ്മൾ അന്വേഷിക്കാം, കണ്ടെത്തിക്കണേ, ഞാൻ ഒന്നുകൂടി നോക്കാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ ചവിട്ടി പിടിച്ച് കൊണ്ടുപോകുക. എന്നാലോ പള്ളിന്റെ ഒരു പിരിവ് വരുമ്പോഴോ അത് അപ്പൊ തന്നെ കൊടുക്കണം. ഇവിടെ നേരെ തിരിച്ചാ, അവിടെ പള്ളി ഉണ്ടോ എന്ന് അന്വേഷിക്കട്ടെ, അത് ആരുതാണ് നോക്കട്ടെ, അതിന്റെ അപ്പുറത്ത് പള്ളി മദ്രസ ഉണ്ടോ നോക്കട്ടെ. എന്തിനാ അവിടെ ഒരു പള്ളി? ചോദ്യങ്ങൾ, വലിയ CBI എൻക്വയറി. എന്നിട്ട് 10 രൂപ എടുത്തു കൊടുക്കുക. ഓന്റെ എൻക്വയറി ഒക്കെ കഴിഞ്ഞിട്ട് 10 രൂപ കേട്ടാ തോന്നും 10 ലക്ഷം കൊടുക്കാൻ പോകണം. എന്നാലോ റിമോട്ടിലുള്ള ഗേറ്റ് വേണമെന്ന് അറിയുമ്പോഴോ അപ്പൊ തന്നെ ആള് വന്നു റിമോട്ടുള്ള ഗേറ്റ് വെച്ചു. അതല്ല, നിങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ എന്താ നിങ്ങള് മരണം ഇന്ന് മരിക്കണപ്പോൾ ആളെ പോലെ പെരുമാറണം. എന്ത്? ആഖിറത്തിന്റെ വിഷയത്തിൽ. ദുനിയാവിന്റെ വിഷയമാണെങ്കിലോ നിങ്ങൾ ഈ ദുനിയാവിൽ കാലാകാലം ജീവിക്കണ പോലെ പെരുമാറണം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ മനസ്സിലാക്കിയത് എന്താ അറിയോ, വലിയ പെരണ്ടാക്കണം, ഉണ്ടാക്കുമ്പോൾ വലിയ പെരണ്ടാക്കണം, കാലാകാലം നിൽക്കാനുള്ള പെരാണ്. അതല്ല ഹദീസിന്റെ അർത്ഥം. ആ ഹദീസിന്റെ അർത്ഥം അത് പരമാവധി ചവിട്ടി പിടിച്ച് കൊണ്ടുപോകണം.
ഇവിടെ പേരല്ലേ, നാളെ ഉണ്ടാക്കാലോ, മറ്റന്നാളെ ഉണ്ടാക്കാലോ എന്ന് പറഞ്ഞ് ചവിട്ടി പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകണം. ആ ദുന്യാവിന്റെ കാര്യം. ആഖിറത്തിന്റെ കാര്യം ടപ്പട്ടപ്പട്ടപ്പട്ടറിന് വേണം തീർത്ത് പോകണം. കാരണം എപ്പോഴാണ് മരിച്ചെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഒരു വിശ്വാസിയുടെ നിലപാട്. നിങ്ങൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞാണ്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, നിങ്ങൾ ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനാണെന്നാണ്. വഴിയാത്രക്കാരനാണ്. ഇവിടെ ഇറങ്ങി ചായ അടിച്ചുമ്പോൾ എത്ര ലാഘവമാണ്, എത്ര കെയർലെസ് ആയിരിക്കും നമ്മൾ ആ സ്ഥലത്തെ കുറിച്ച്. അത്ര ദുനിയാവിന് അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് പടച്ചോൻ കൊടുത്തിട്ടില്ല. അള്ളാഹിന്റെ റസൂല് പട്ടിണി കിടന്നിട്ടാണ് മരിച്ചതെങ്കിൽ, അള്ളാഹിന്റെ റസൂലിന്റെ വയറ്റില് തന്റെ പടയങ്കി ജൂതന്റെ അടുത്ത് പണയം വെച്ച ഗോതമ്പുമായിട്ടാണ് അള്ളാഹുവിന്റെ റസൂല് വഫാത്തായതെങ്കിൽ, ഉറങ്ങി എണീറ്റ സന്ദർഭത്തിൽ ആ പരിപരുത്ത ഈത്തപ്പനയുടെ ഓലമടഞ്ഞ ആ പരുക്കൻ ഈത്തപ്പനയുടെ മട്ടലിന്റെ പാട് റസൂലിന്റെ ആ പുറം ഭാഗത്ത് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹിന്റെ റസൂല് എത്രത്തോളം പട്ടിണിയിലായിരുന്നു, അള്ളാഹുവിന്റെ റസൂലിന് എത്രത്തോളം ദുനിയാവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് അങ്ങനെ ദുനിയാവിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ അള്ളാഹിന്റെ റസൂല് റിച്ച് ചെയ്യുന്നു. അള്ളാഹിന്റെ റസൂല് സുലൈമാൻ നബിയെ പോലെ ആകുമായിരുന്നു സഹോദരങ്ങളെ. അതുകൊണ്ട് അതിനൊരു ഇമ്പോർട്ടൻസ് പടച്ചോൻ കൊടുത്തിട്ടില്ല. പക്ഷെ ദുനിയാവ് വേണം. കാരണം റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് പ്രാർത്ഥിക്കാനാണ് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. പക്ഷേ ആ ദുനിയാവ് എന്താകരുത്, ആഖിറത്തിനെ മറപ്പിക്കുന്ന ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മളെ മറപ്പിച്ചു കളയുന്ന, നമ്മളെ വഞ്ചിതനാക്കുന്ന ഒന്നായി മാറരുത് എന്നതാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്നത്. അല്ലാതെ ദുനിയാവ് നേടാനോ ദുനിയാവ് നിരുത്സാഹപ്പെടുത്തുന്നോ ഇസ്ലാം ചെയ്യുന്നില്ല. ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യുന്നത്. പക്ഷേ എന്ത് വേണം, അള്ളാഹുവിനെ മറക്കുന്ന ഒരവസ്ഥ ദുനിയാവ് കൊണ്ട് ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇസ്സത്ത് എന്നത്, പ്രതാപം എന്നത് സഹോദരങ്ങളെ, അത് അള്ളാഹുവിനും റസൂലിനും ഈ വിശ്വാസികൾക്കുമാണ്. അതെന്തുകൊണ്ടാണ്? അത് ഈ ദീന് കൊണ്ടാണ്. അള്ളാഹുവിന്റെ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ ഈ ഇസ്ലാം കൊണ്ടാണ് ഒരാൾക്ക് ഇസ്സത്ത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത് പഠിക്കണം, അത് മനസ്സിലാക്കണം, അത് പ്രയോഗവൽക്കരിക്കണം. അല്ലേ? അത് പഠിച്ചാൽ മാത്രം പോരാ, അത് ജീവിതത്തിൽ കാണണം. നമ്മളൊക്കെ എന്താ പറയുക, നമ്മളൊക്കെ അത് ജീവിക്കുന്ന ഇസ്ലാമിന്റെ അംബാസഡർമാരായിട്ട് നമ്മൾ മാറണം. നമ്മളെ കണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നൊരവസ്ഥ ഉണ്ടാകണം. നമ്മളെ സാമീപ്യം നേടാൻ ആളുകൾ ആഗ്രഹിക്കണം. അയാൾ നല്ലൊരു വിശ്വാസിയാണ്, അയാൾ നല്ലൊരു മുസ്ലിമാണ്, അയാൾ നല്ല പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വിശ്വാസിയാണ് എന്ന് ആളുകൾ പറയുന്ന രൂപത്തിലേക്ക് ഒരു പ്രാക്ടീസിംഗ് ആയിട്ടുള്ള മുസ്ലിങ്ങളായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. അതെങ്ങനെയാണ് സഹോദരങ്ങളെ? അത് വിശ്വാസത്തിലൂടെ, അത് നമ്മൾ ഏകദൈവ വിശ്വാസത്തിലൂടെ, അത് അള്ളാഹുവിന്റെ റസൂലിനെ അനുകരിക്കുന്നതിലൂടെ, ആ പ്രവാചകനെ നമ്മൾ പഠിക്കുന്നതിലൂടെ, ആ പ്രവാചകനെ നമ്മൾ ഫോളോ ചെയ്യുന്നതിലൂടെ, ആ പ്രവാചകന്റെ ജീവിതം നമ്മൾ മറ്റുള്ളവർക്ക് കാഴ്ച വെച്ച് കൊടുക്കുന്നത്. കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും ഉത്തമ സമുദായം, ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ഏറ്റവും ഉത്തമമായ സമുദായം നിങ്ങളാണ് എന്ന് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നമ്മളെ പറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അലങ്കാരമല്ല, അതൊരു ഉത്തരവാദിത്തമാണ്. എന്താണ് തൻഹൗന? അത് എന്താണ്? അത് നമ്മൾ തഅ്മുറൂന ബിൽ മഅറൂഫ്, സദാചാരം കൽപ്പിക്കുന്ന, നന്മ കൽപ്പിക്കുന്ന, വതൻഹൗന അനിൽ മുൻകർ, ദുരാചാരങ്ങൾ വിരോധിക്കുന്ന, തിന്മകളെ വിരോധിക്കുന്ന ഒരു സമുദായമാണ് നിങ്ങളെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും ഉത്തമന്മാർ എന്ന ഈ പ്രപഞ്ച സൃഷ്ടാവിന്റെ അറ്റസ്റ്റേഷൻ ഉണ്ട്, അംഗീകാരമുണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ തയ്യാറുണ്ടോ? നമ്മളെ പറ്റി ആളുകൾ പറയും തുബാലിൽ ഖുറബാ, അപരിചിതർക്ക് മംഗളം, ബദൽ ഇസ്ലാമു ഗരീബൻ, ഇസ്ലാം അത് അപരിചിതമായിട്ടാണ് തുടങ്ങിയത്. അല്ലേ? വളരെ കുറച്ച് ആളുകളിൽ നിന്ന് തുടങ്ങിയതാണ്. എന്നിട്ടോ ഇത് വളരെ 180-200 കോടിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇനി ഇതിന്റെ യഥാർത്ഥ ആചാരങ്ങൾ വളരെ കുറച്ച് ആളുകളിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥയിലേക്ക് ഇത് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അപരിചിതർക്ക് മംഗളമെന്നാണ്. അവസാന കാലം വരുമ്പം വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ദീന് മുറുകെ പിടിക്കുക. അത് ഉള്ളംകൈയിൽ ഒരു തീക്കനൽ മുറുകെ പിടിച്ച് എത്രത്തോളം പ്രയാസമുണ്ടാകുമോ അത്രത്തോളം പ്രയാസം സഹിച്ചുകൊണ്ടായിരിക്കും വിശ്വാസികൾ ദീന് മുറുകെ പിടിച്ച് ജീവിക്കുക എന്നാണ്. ആ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദീന് കൃത്യമായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും അതിലുണ്ടാകുന്ന പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലുമെല്ലാം എന്ത് ചെയ്യുക, ക്ഷമിച്ചുകൊണ്ട് തവക്കുൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമയത്ത് ഈ ലിബറലുകൾ, നമുക്കറിയാം ലിബറൽ ചിന്ത എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ സ്വതന്ത്ര ചിന്ത, നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പൊ പിടികൂടുന്ന ഒരു സാധനം അതാണ്. എന്താ വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് അവിടെ ഒരു ഇസ്ലാമിന് സ്പേസ് കൊടുക്കും. ലിബറൽ ചിന്താഗതി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ തോന്നുന്നത് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യാം. അപ്പൊ അത് ആരിഷ്ടമാണ് ചോദിച്ചാൽ, ഇപ്പൊ ഒരാൾക്ക് നിങ്ങൾക്ക് എന്താ ഇഷ്ടം ചോദിച്ചാൽ അത് അയാളുടെ ഇഷ്ടമല്ല സത്യത്തില്.
ഇവിടെ ഭൂരിപക്ഷം ആളുകൾ എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടുന്നത് അതാണ് എല്ലാവരുടെയും ഇഷ്ടമായിട്ട് വരിക. അതാണ് ഇപ്പൊ ലിബറൽ ചിന്താഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ മുസ്ലിം കുട്ടികൾ തട്ടിടുന്നില്ല, അതൊക്കെ ലിബറൽ ചിന്താഗതിന്റെ ഒരു ഭാഗമാണ് അല്ലെ? തട്ടിടുന്നില്ല, ലിപ്സ്റ്റിക് ഇടുന്നു, അവർ പാന്റും ജീൻസൊക്കെ ഇട്ട് നടക്കണം, അവർ കല്യാണത്തിന് താല്പര്യമില്ല എന്ന് പറയുന്നത്. എന്താ ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് ഒറ്റയ്ക്ക് ജീവിച്ചൂടെ? ഒറ്റയ്ക്ക് ജീവിച്ചാൽ എന്താ കാഫിറായി പോകുമോ അല്ലെ? വൈതെറ്റി പോകുമോ? അങ്ങനെ മുസ്ലിം അല്ലാതാകുമോ? അങ്ങനെ കല്യാണം കഴിക്കണം ഇസ്ലാമിൽ നിർബന്ധമുണ്ടോ? അങ്ങനെ എല്ലാത്തിനും ചോദ്യം ചെയ്തുകൊണ്ട് ഇതെന്താ പറയുക, ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരാള് എന്താണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിക്കാതിരിക്കുക എന്നുള്ളത്, ഇപ്പൊ ഒരാൾ നിസ്കരിക്കാതിരിക്കുക എന്നുള്ളത്, ഒരാൾ പലിശ വാങ്ങുക എന്നുള്ളത് അത് തെറ്റാണ്, അത് ഹറാമാണ്. ഒരാള് പലിശ വാങ്ങുക എന്നുള്ളത് ഹറാമാണ്. എന്നാൽ ഒരാൾ ചോദിക്കാണ്, പലിശക്ക് എന്താ കുഴപ്പം? പലിശ വാങ്ങിയ എന്താ പ്രശ്നം? അത് കുഫറാണ് അല്ലേ? ഞാൻ പലിശ വാങ്ങാണ് എന്നുള്ളത് എന്താണ്? അത് ഹറാമാണ്. അത് എനിക്ക് കുറ്റം കിട്ടും. അത് പടച്ചോൻ പുറത്തുനിന്നാ ചിലപ്പോൾ എന്ത് ചെയ്യും, എനിക്ക് മാപ്പ് കിട്ടും. പക്ഷെ ഞാൻ ചോദിക്കണത് പലിശക്ക് എന്താ കുഴപ്പം? അത് തെറ്റൊന്നുമില്ല. അത് നബിന്റെ കാലത്തുള്ള വട്ടിപ്പലിശ അല്ല ഇപ്പത്തെ ബാങ്ക് പലിശ. അത് രണ്ടും രണ്ടാണ്. അന്ന് നബി ഹറാമാക്കിയത് ഇന്നത്തെ ബാങ്ക് പലിശ അല്ല. ഇന്നത്തെ ബാങ്ക് പലിശയിൽ ഒരു കുഴപ്പമില്ല എന്നൊരാൾ പറഞ്ഞാല് അത് കുഫറാണ്. കുഫർ എന്ന് പറഞ്ഞാല് ഹറാമിന്റെ മുകളിലാണ്. അത് ദൈവനിഷേധമാണ് അല്ലേ? അള്ളാഹുവിന്റെ നിയമങ്ങളെയും റസൂലിന്റെ കൽപ്പനകളെയും നിഷേധിക്കലാണ്. അപ്പൊ ഈ ലിബറലിസം നമ്മളെ കൊണ്ടെത്തിക്കൂടെ ചോദിച്ചാൽ തോന്നിയത് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് അല്ലേ? അവര് ഈ ഏതൊക്കെയോ ആളുകൾ കാട്ടിക്കൂട്ടുന്ന ചില കാര്യങ്ങൾ നമ്മളും ഇപ്പൊ നമ്മൾ ഒരു നിയമത്തെയും നമ്മൾ അനുസരിക്കൂല എന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ ജീവിക്കാൻ പറ്റൂല. നിങ്ങളിപ്പോ ഒരു ഗെയിം കളിക്കുകയാണെങ്കിൽ ആ ഗെയിമിന് ചില നിയമങ്ങളുണ്ട് അല്ലേ? ഇപ്പൊ നമ്മൾ മൊബൈലിൽ കളിക്കുന്ന ഗെയിം ആണെങ്കിലും എന്താണ്, നമുക്ക് പോയിന്റ് കിട്ടണമെങ്കിൽ നമ്മൾ ചില നിയമങ്ങൾ പാലിക്കണം അല്ലേ? നമ്മൾ പന്തളിക്കുകയാണെങ്കിൽ ആ പന്തലിന്റെ നിയമങ്ങൾ പാലിച്ചാലേ അവിടെ കളി വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോ ഇവിടെ എല്ലാത്തിനും മനുഷ്യൻ അതിൻ്റെതായ നിയമങ്ങളും സംവിധാനങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പോ നിയമങ്ങളിൽ ഏറ്റവും നല്ല നിയമം ആരതാണ്? അത് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ നിയമമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പൊ പറയാണ്, ഇപ്പൊ പുതിയൊരു നിയമം വന്നു റഷ്യയിൽ. സ്കൂൾ കുട്ടികൾ ഗർഭിണിയായാൽ 1,00,000 റൂബിള് ഫ്രീ ആയിട്ട് ഗവൺമെന്റ് കൊടുക്കുന്നു. നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുണ്ടോ? സ്കൂൾ കുട്ടികൾ ഗർഭിണിയായാൽ 1,00,000 പഞ്ചായത്ത് ഓഫീസിൽ പോയാൽ ഫ്രീ ആയിട്ട് തരുന്നു. പണ്ടെങ്ങനെ നമ്മൾ പറഞ്ഞത്? സ്കൂൾ കുട്ടികൾ ഗർഭമുണ്ടാകാൻ പാടില്ല എന്നാ പറഞ്ഞത്. സ്കൂൾ കുട്ടികൾ ഗർഭമുണ്ടാകേ ഇപ്പൊ എന്താ വെച്ചാല് കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞു അല്ലെ? കല്യാണം കഴിച്ചാൽ കുട്ടികൾ ഉണ്ടാകരുത്, 1 കുട്ടിയെ 2 കുട്ടിയെ പാടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ യൂറോപ്പും ഇംഗ്ലണ്ടും അല്ലെ യൂറോപ്പും അതേപോലെ ചൈനയും ഈ പറഞ്ഞ റഷ്യയൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തരങ്ങള് മനുഷ്യന്മാരില്ലാത്ത അവസ്ഥ. എൻ്റെ ഒരു സുഹൃത്ത് ജർമ്മനി പോയി വന്നു ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ്. ആൾക്കാരില്ലാന്ന്. ഒരു സ്ഥലം കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥലം എത്തണമെങ്കിൽ എത്രയോ ഏക്കർ കണക്കിന് ഒഴിഞ്ഞ സ്ഥലമാണ്. അങ്ങാടി എന്നൊന്നും പറയാം, വളരെ ചൊരിഞ്ഞ അങ്ങാടികളേ ഉള്ളൂ അല്ലെ? ജപ്പാനിൽ എന്താ അവസ്ഥ? ഏറ്റവും കൂടുതൽ വിറ്റ് പോണത് എന്താ നിങ്ങള്? വയസ്സന്മാരുടെ പാമ്പേഴ്സ്. ഒരു നാട്ടിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകേണ്ടത് കുട്ടികളുടെ പാമ്പേഴ്സാണ്. കുട്ടികളുടെ പാമ്പേഴ്സിനേക്കാൾ വലിയ വയസ്സന്മാരുടെ പാമ്പേഴ്സാണ് വിറ്റ് പോണതെങ്കിൽ ആ നാടിന്റെ അധോഗതി തുടങ്ങിയെന്ന് അതിന്റെ അർത്ഥം. മനുഷ്യന്മാരില്ലാത്ത അവസ്ഥ. എന്താ കാരണം? ഇവരൊക്കെ ഒരു കാലത്ത് കുതിരളിച്ച് നടന്ന് കുട്ടികൾ മാണ്ടാന്ന് പറഞ്ഞ് നടന്ന്, അപ്പൊ കല്യാണം മാണ്ടാന്ന് പറഞ്ഞപ്പോ ആരും കല്യാണം കഴിച്ചില്ല. അപ്പൊ കുട്ടികൾ മാണ്ടാന്ന് പറഞ്ഞ എന്തിനാ വെറുതെ വണ്ടിയും വരും, കുട്ടികളൊക്കെ എന്തിനാണ് ചോദിച്ചു കുട്ടികൾ മാണ്ടാറുണ്ട്. ഇപ്പൊ ഓൽക്ക് തോന്നുക കുട്ടികൾ മാണെന്ന്. എന്നിട്ട് ഓല് പറയാണ് പ്രസവിക്കണോൽക്ക് ഫ്ലാറ്റ് ഫ്രീ. 2 എണ്ണം പ്രസവിച്ചാൽ റഷ്യയിൽ ഫ്ലാറ്റ് ഫ്രീ ആണ് ഇപ്പോ. എന്നാലും ആൾക്കാർ പ്രസവിക്കാൻ തയ്യാറല്ല. അപ്പൊ അവസാനം ഒരു സമയം വെച്ചേക്കാണ്. എല്ലാ ഓഫീസിലും 12 മണി മുതൽ 1 മണി വരെ ലൈംഗികമായി ബന്ധപ്പെടാനുള്ള ഫ്രീ ടൈം. പണിയില്ല, ആരുമായിട്ടും ബന്ധപ്പെടാം, എങ്ങനെങ്കിലും കുട്ടികൾ ഉണ്ടാക്കിയാ പറഞ്ഞു. ഒരു രാജ്യത്തിന്റെ നിയമമാണ് 12 മുതൽ 1 മണി വരെ ഓഫീസിലൊക്കെ ബന്ധപ്പെടാനുള്ള സമയം ആൾക്കാർക്ക്. ആരായിട്ടും ആകാം. അപ്പൊ അത് അവസാനം പുതിയ നിയമം വന്നു. സ്കൂൾ കുട്ടികൾ പ്രസവിച്ചാൽ 1,00,000 റൂബിള് ഫ്രീ ആണ്. സ്കൂൾ കുട്ടികളെങ്കിലും പ്രസവിച്ചോളി എന്നാ പറഞ്ഞിട്ട്. കാരണം മനുഷ്യന്മാരുണ്ടാകാഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? നിങ്ങൾ കല്യാണം കഴിക്കണം സ്ത്രീകളെ. എങ്ങനത്തെ സ്ത്രീകളെ? നല്ലോണം കിറുവുള്ള പെണ്ണുങ്ങളെ, നല്ലോണം പ്രസവിക്കണ പെണ്ണുങ്ങളെ നിങ്ങൾ കല്യാണം കഴിക്കണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. കിറുവുള്ള നല്ല പെറുണ പെണ്ണുങ്ങൾ. അപ്പൊ ഒരു ചക്കൻ ചോദിച്ചു, അല്ല ഡോക്ടർ, ഇതെങ്ങനെ ഈ പെറുണ പെണ്ണുങ്ങളാന്ന് മനസ്സിലാക്കാന്ന്? ഇത് കല്യാണം കഴിക്കണതിന് മുമ്പ് എങ്ങനെ ഈ പെറുണ പെണ്ണുങ്ങളാന്ന് മനസ്സിലാക്കാന്ന്? അതെങ്ങനെ മനസ്സിലാക്കാരോ? ഓളമ്മാക്ക് എത്ര കുട്ടികളുണ്ട് ചോദിച്ചാൽ മതി. ഓളമ്മാക്ക് 10 ഉണ്ടെങ്കിൽ ഓൾക്ക് ചുരുങ്ങിയ 10 ഉണ്ടാവും. കാരണം 10 ഉണ്ടെങ്കിൽ അലർജി ഒക്കെ ഉണ്ടാവില്ല. 2 ഉള്ള അമ്മാന്റെ കുട്ടിയാണെങ്കിൽ ഓക്ക് 3 ആലോചിക്കാൻ പറ്റൂല.
അപ്പൊ അതാണ് നന്നായി പ്രസവിക്കുന്ന എന്നെ തഫ്സീർ കൊടുത്തതാണ്. അങ്ങനെ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞെന്താ അറിയോ, അങ്ങനെ നിങ്ങൾ എന്തിന് ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങൾ സന്താനത്തെ കൊന്നുകളയരുത്. ഇപ്പൊ നിങ്ങൾ പെരയ്ക്ക് പുറത്തിറങ്ങി നോക്കണ്ടി. ഇപ്പൊ എന്റെ പെരന്റെ കപ്പുറപ്പുറക്കെ എല്ലാവരുടെ പെരയിലും എന്താ അറിയോ, പേർഷ്യൻ കാറ്റ്, പൂച്ചക്കുട്ടി, നായ്ക്കുട്ടി. എന്നിട്ട് വലിയ വലിയ ആൾക്കാർ ഈ നായിനും പൂച്ചനായിട്ട് ഇങ്ങനെ നടക്കുക. അപ്പൊ എന്താ വെച്ചാൽ പെരയിൽ ആരുമില്ല, പേരക്കുട്ടികളില്ല, കുട്ടികളും പേരക്കുട്ടികളൊന്നുമില്ല, പിന്നെ പൂച്ചക്കുട്ടി തന്നെ. കാരണം അതൊരു മനുഷ്യന്റെ സ്വഭാവമാണ്. ഇങ്ങനെ ഉയിഞ്ഞൊടുക്കുക, ഒരു ചെറുതിനെ പിടിച്ചാണെന്ന് ഉയിഞ്ഞൊടുക്കുക, ഉമ്മൊടുക്കുക, അതൊക്കെ മനുഷ്യന്മാരുടെ വികാരമാണ്. അത് എത്ര പൈസ ഉണ്ടായാലും, നമ്മൾ എത്ര വലിയ പറമാണി ആയാലും, നമുക്ക് എത്ര ഫോൺ ഉണ്ടായാലും കമ്പ്യൂട്ടർ ഉണ്ടായാലും, ഇവിടെ എല്ലാവരും ജീൻസ് ഇട്ട് ലിപ്സ്റ്റിക് ഇട്ട് ചാടിക്കളിച്ചാലും മനുഷ്യന്റെ അടിസ്ഥാന വികാരമാണ് അണഞ്ഞൂട്ടി പിടിച്ച് ഉമ്മൊടുക്കുക എന്നുള്ളത്. അതിനൊരു കുട്ടി പെരിയും വേണം, അതില്ലെങ്കിൽ പൂച്ച മാണ്ടി വരും. അത് പെരിയ കുട്ടികളിലേക്ക് പൂച്ചന്റെ ആവശ്യമല്ല, അതിന് ചെറിയ കുട്ടികൾ പെരിയും വേണം. നിങ്ങൾ എന്തിനാ 4 മുമ്പ് നിർത്തണ്ടാണ്. അങ്ങനെ പ്രസവിക്കട്ടെ, എപ്പോഴും ഒരു ചെറിയ കുട്ടി പെരി ഉണ്ടാകട്ടെ. ഇത് തിന്നാൻ കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല ഇവിടെ എല്ലാ ഇപ്പൊ സ്കൂൾ മാഷന്മാരൊക്കെ പേടിച്ചിക്കാണ്. ആകെ ഇപ്പൊ കുട്ടികളുള്ളത് മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ജില്ലയിലൊന്നും ഇപ്പൊ കുട്ടികളില്ല. സ്കൂളൊക്കെ പൂട്ടി പോവുകയാണ്. പാലേന്ന് ട്യൂഷൻ സെന്ററുകാരൊക്കെ കംപ്ലീറ്റ് മലപ്പുറത്തേക്കും മലബാർക്കും ഇറങ്ങിയൊക്കെയാണ്. അവിടെ ഒന്നും മനുഷ്യന്മാരില്ല. അവിടെ എല്ലാവരൊക്കെ അമേരിക്കയിൽ തണ്ണിയും കുടികുത്തിരിക്ക പേടിച്ചു കണ്ട് CCTV മക്കൾ അമേരിക്കയിൽ നിന്ന് നോക്കുക. മാനാരാ കൊല്ലാൻ വരുന്നത് അമേരിക്കയിൽ CCTV നോക്കാണ്. അവിടെ രാത്രിയാകുമ്പോൾ ഇവിടെ പകല. രാത്രി കൊല്ലാൻ വരണമെങ്കിൽ ഓനോട് ഉറക്കം വെച്ചിക്കേണ്ടി വരും. അപ്പൊ അതാണ് സ്ഥിതി സഹോദരങ്ങളെ. അപ്പൊ ഇത് മാറ്റം വരണമെങ്കിൽ നമ്മൾ അള്ളാന്റെ നിയമങ്ങൾ അനുസരിക്കണം. നിങ്ങൾ ആലോചിച്ച് ചൈനന്റെ ഇപ്പത്തെ അവസ്ഥ എന്താ പറയുക? ചൈനയിൽ ഒരു മാപ്പിളയും പെണ്ണുങ്ങളും, നിങ്ങൾ ആലോചിച്ച് ഒരു മാപ്പിളയും പെണ്ണുങ്ങളും കല്യാണം കഴിച്ചു. ഒരാണും ഒരു പെണ്ണും കല്യാണം കഴിച്ചു. രണ്ടാളുട്ടോ. ഓൽക്ക് രണ്ടാക്കും കൂടി ഒരു കുട്ടി. ഒരു കുട്ടിയെ പാടുള്ളൂ. ഇപ്പോൾ രണ്ടാമത് ഉണ്ടാക്കിക്കോളിന്ന് പറഞ്ഞ ഗവൺമെന്റ്. ഇത് ഉണ്ടാക്കാത്തത് പപ്പടം ഉണ്ടാക്കുക, ഉണ്ടാക്കിക്കോളിന്ന് പറഞ്ഞേ. പക്ഷെ ഇതുവരെ ഇപ്പൊ ഒരു കുട്ടിയുള്ളൂ. അപ്പൊ രണ്ടാക്ക് ഒരു കുട്ടി. ഞാൻ അതിന്റെ മേലെടുത്ത് നോക്കിയാൽ മതി. ഈ ആണിന് ഒരു ബാപ്പി ഒരു ഉമ്മി, ഈ പെണ്ണിന് ഒരു ബാപ്പി ഒരു ഉമ്മി. അപ്പൊ മേലെ 4 വയസ്സന്മാര്, താഴെ 2 ആൾക്കാർ, അതിന്റെ താഴെ ഒരാള്. ഈ വയസ്സന്മാരായ ആൾക്കാർ 70-80 വയസ്സുള്ള ഈ തള്ളിയും തന്തിയും ഓർക്കെന്നും കൊണക്കടൈകാരം. ആർക്കെങ്കിലും ഒരാൾക്ക് കൊണക്കടില്ലാത്ത ഒരു ഈസം ഉണ്ടാവുമോ? ഇവരെ ആസ്പത്രിക്ക് കൊണ്ടാകാൻ ഇവിടെ ആളില്ല. കാരണം എന്താണ്? ഈ കുട്ടിന്റെ സ്കൂൾക്ക് പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ പോകണമെങ്കിലും മൂപ്പര് പോകണം. ഈ തള്ളന്റെ തള്ളനെ കൊണ്ടുപോകണമെങ്കിലും തണ്ടന്റെ തള്ളനെ ആസ്പത്രിക്ക് കൊണ്ടുപോകണമെങ്കിലും പോകണം. നമ്മളെ നാട്ടിലൊരു വല്യമ്മ 3 ആസ്പത്രി കിടക്കട്ടെ, 10 പേരക്കുട്ടികൾ ബൈക്കും കാറും ഒക്കെ കൂടി ആയിട്ട് വരും. ആരെ ബില്ലടക്കം? എത്ര ആൾക്കാരവിടെ? ആൾക്കാർ 1000 വെച്ച് പിരിച്ചാൽ തന്നെ ബില്ലടക്കാം. പേരക്കുട്ടികൾ 1000 രൂപ വെച്ച് പിരിപ്പിച്ചാൽ ബില്ലടക്കാം. 25-30 പേരക്കുട്ടികളാണ് വല്യമാന്റെ ബില്ലടക്കാൻ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഒരു തന്താനും തള്ളനും നോക്കാൻ തന്നെ ആൾക്കാർ, ഈ 4 തന്തിയും തള്ളിയും, ഒരു ചെറുപ്പക്കാർ, ഒരു കുട്ടി, എന്നിട്ട് കഷ്ടപ്പെടുകയാണ്. ഇത് ഒരു കുടുംബ സംവിധാനമാണ്. കുടുംബ സംവിധാനം പറഞ്ഞാൽ ശരിക്കും എങ്ങനെ അറിയങ്ങൾ? ഒരു ത്രികോണാണ്. അതിന്റെ മേലെ ചെറുതും താഴെ വലുതുമാകണം. തോനെ പേരക്കുട്ടികളും മേലെ ഒരു ഉമ്മയും ബാപ്പി ഉണ്ടാവുമ്പോഴാണ് ഇങ്ങനെയൊക്കെ. അപ്പോഴാണ് ഇത് ഇങ്ങനെ നിൽക്കുള്ളൂ. മറ്റത് കമിഴ്ത്തി വെച്ച മാതിരിയാണ്. ഒരു കുട്ടി, മേലെ 4 ആള്, താഴെ ഒരാള്, അങ്ങനെ കൗന്ന നിക്കണ്. അത് മുഖാനയിക്കണ്. അത് എങ്ങോട്ടും മുഖം. പടച്ചോൻ പറഞ്ഞതാണ് എന്ത്? നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് സന്താനങ്ങളെ കൊന്നുകളയരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ഇവിടുന്ന് നിങ്ങൾ പറയാണ്, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ മക്കളാണ്. നല്ലോണം ഉണ്ടാക്കിക്കൊള്ളി, ഒരു നഷ്ടം വരൂല. കാരണം ഫ്ലാറ്റും ഫ്രീട്ടും സ്കൂളിലൊക്കെ കുട്ടികളുണ്ടോ എന്ന് ചോദിച്ച് പെരി വന്ന് കൊണ്ടുപോകും കുട്ടികളെ. അങ്ങനത്തെ കാലാഞ്ഞ് വരാൻ പോണ്. മനുഷ്യന്മാരില്ലാത്ത കാലം. അന്ന് ഭാഗ്യവാന്മാരാകാരോ? തോനെ മക്കളുള്ളവരാണ്. അതുകൊണ്ട് ഇന്നെ പണിപ്പം തന്നെ തുടങ്ങിക്കൊള്ളി. പിന്നെ എപ്പോഴും നായ്ക്കുട്ടികളും പൂച്ചക്കുട്ടികളെന്ന് വാങ്ങി ഐറ്റങ്ങൾ. എപ്പോൾ ഒരു കുട്ടിതാ പൂച്ചന്റെ കടി ഇടിച്ചാണ് പേ ഇളകി മരിച്ചേക്ക. വളർത്തു പൂച്ചന്റെ കടി കിട്ടി പേ ഇളകി മരിച്ചേക്ക. എന്തൊരവസ്ഥയെ നോക്കി നിങ്ങൾ. മനുഷ്യന്മാരെ വളർത്തിക്കൂടെ കുട്ടികളെ? കാരണം വെച്ചാൽ കുട്ടികളെ വളർത്തുന്ന അത്ര ഇടങ്ങേറാണെന്ന് ഇപ്പൊ ആൾക്കാരെ വിചാരം. കാരണം എന്താ വെച്ചോ, പണ്ട് ഇപ്പൊ നമ്മളെ നാട്ടില് ഒരു അമ്മോന്, ഒരു മൂത്താപ്പ, എളാപ്പ എല്ലാം കൂടി ഒരു കുറ്റിക്കെ തന്നെ ഉണ്ടാകുക. എന്നിട്ട് അവിടെ എന്താപ്പോ, അവിടെ ഒരാൾ സ്കൂൾക്ക് എല്ലാവരും നോക്കും. എളാപ്പിയും മൂത്താപ്പിയും എല്ലാവരും നമ്മളെ കുട്ടികളെ നോക്കും. ഇന്നാരും നോക്കില്ല. ഇന്നിപ്പോ മാഷ് കണ്ണുരുത്തിയ. ഇപ്പൊ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ മഞ്ചേരി അങ്ങാടിയിൽ നേരെ റോഡ്സിന്റെ പുറത്ത് എൻ്റെ പേര, റോഡിന്റെ നേരെ പുറത്ത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ വെച്ചാൽ മഞ്ചേരി അങ്ങാടിയിലെ റോഡ് ഒറ്റക്ക് ക്രോസ് ചെയ്യണമെന്ന്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം അതായിരുന്നു. അപ്പൊ കാരണം എന്താ വെച്ചാൽ നമ്മൾ മദ്രസക്കും സ്കൂൾക്കും വരുമ്പോൾ മാഷന്മാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി തരാം. അപ്പൊ ഒരു ദിവസം ഞാൻ നേരത്തെ വന്നു, ഒറ്റയ്ക്ക് വില കുറിച്ചാം. അങ്ങനെ ഞാൻ അങ്ങനെ നോക്കി, അങ്ങോട്ടും നോക്കി, ഇങ്ങോട്ടും നോക്കി, ഒരു ഒറ്റ പാച്ചിലാണ്.
വണ്ടി വരുന്നില്ല, ഞാനെടുത്ത് പാഞ്ഞു. അപ്പൊ അപ്പുറത്തൊരു പ്രസ് നടത്തുന്ന ബാപ്പു പറഞ്ഞാൽ മരിച്ചുപോയി. അത് മുണ്ടാനൊന്നും വയ്ക്കൂല, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ബാപ്പു നേരെ എന്നെ അണഞ്ഞൂട്ടി പിടിച്ചിട്ട് മണ്ടക്ക് 4 മേട്ടണം പേടി. അതായത് ആദ്യത്തെ ജീവിതത്തിലെ സന്തോഷ ഗിഫ്റ്റ് കിട്ടിയാണ്. ഒറ്റക്ക് റോഡ് മുറിച്ച സന്തോഷത്തിൽ 4 മേട്ടം തലക്കണ് കിട്ടി. അപ്പൊ ഞാൻ പരീക്ഷ എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താ വിചാരിച്ച്, എന്റെ വാപ്പ വന്ന് ബാപ്പുവിന് ചീത്തറിയുന്ന വിചാരിച്ച്. എന്റെ വാപ്പ പറഞ്ഞു അങ്ങനെ തന്നെ കൊടുത്തോണ്ടി, അങ്ങനെ കുരുത്തക്കേട് കാട്ടി ഇഞ്ഞും കൊടുത്തോണ്ടി എന്ന് പറഞ്ഞു. നിങ്ങളത് കൊടുത്തോക്കി ഇന്നൊരു ബാപ്പുവിന്റെ കജ്ജും കാലെടുത്തുണ്ടോ അവിടെ? അവിടെ അന്ന് ആർക്കും ബേജാറില്ല, ബാപ്പു നോക്കും വില കുറിച്ചത്. ഇന്ന് വല്യാപ്പിയും വല്യമ്മയും ഇങ്ങനെ നടക്കുക, ഒരു കുട്ടിനേറ്റ് ഇങ്ങനെ നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. ചിലപ്പോൾ പള്ളിക്ക് കാണണം. എന്താ നിങ്ങളെ കാണാത്ത? ഞങ്ങളിപ്പോ മൂത്ത മോള് ഓൾക്കൊരു ജോലി കിട്ടിക്കണ് തിരുവനന്തപുരത്ത്. ഞങ്ങളിപ്പോൾ അവിടെ കോട്ടേഴ്സിലാണ്. ഒരു പേരക്കുട്ടിനെ നോക്കാൻ വേണ്ടി വാപ്പിയും കൂടി കോട്ടേഴ്സിൽ പോയിക്കാം. നിസ്കാരമില്ല, ആകെ ഒരു വെള്ളിയാഴ്ച ചുമ്മാ തിരുവനന്തപുരത്തേക്ക് വരും. ഒരു പള്ളിയിൽ ആകെ ഇടങ്ങാറായിക്കണ്. അവസാന കാലത്ത് നിസ്കാരം നോമ്പൊക്കെ മര്യാദയ്ക്ക് കൊണ്ടുനടക്കേണ്ട കാലത്ത് ഒരു പേരക്കുട്ടിനെ നോക്കി നിസ്കരിച്ചാൽ സൗകര്യമില്ലാത്ത പള്ളിയില്ലാത്ത തിരുവനന്തപുരത്ത് പോയി കുത്തിരിക്കാം. ഞാൻ നോക്കണ്ടെന്നല്ല പറയണേ, നോക്കണം, നോക്കിക്കോളി. പക്ഷെ എന്താ കാര്യങ്ങള്, നമുക്കൊരു നിലപാടുമാണ് ജീവിതത്തിൽ, നിലപാടുമാണ്. പള്ളിയിലോടുത്ത് വിശ്വാസി ജീവിക്കാൻ പാടുള്ളൂ. 5 നേരം പള്ളിക്ക് പോലും നിർബന്ധ ബാധ്യതയാണ്. അവസാന കാലം വെച്ച് പള്ളിക്ക് പോകാതെ എങ്ങനെ സഹോദരങ്ങളെ നിങ്ങൾക്ക് പെരീക്കൊന്ന് നിസ്കരിച്ചാൻ പറ്റുക? 5 നേരം അത്ര വലിയൊരു സാഹചര്യം ഉണ്ടെങ്കിൽ. അതുകൊണ്ട് ഞാൻ പറയുന്ന സഹോദരങ്ങളെ, നമ്മൾ കൃത്യമായിട്ട് ദീന് പഠിക്കണം, അത് പ്രാക്ടീസ് ചെയ്യണം. അതുകൊണ്ട് വിശ്വാസികളെ, അള്ളാഹുവിന്റെ കൽപ്പന, അള്ളാഹു പറഞ്ഞാണെന്ത്, നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് ഞാനാണ്. വലാ തഖ്തുലൂ ഔലാദക്കും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നുകളയരുത്. മക്കളെ നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങൾ മക്കളെ കൊല്ലണ്ട. കുട്ടികളുണ്ടാവണം പേടിച്ചു കണ്ട് എല്ലാം കൂടി തിന്നാൻ കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയൂല, പഠിപ്പിച്ചാൻ കഴിയൂല എന്ന് വിചാരിച്ചു കണ്ട് നിങ്ങൾ കുട്ടികളെ കൊല്ലേണ്ട ആവശ്യമില്ല. അവർക്കും നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് നാമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 1400 വർഷം മുമ്പ് പറഞ്ഞു. അതുകൊണ്ട് പടച്ചോന്റെ നിയമങ്ങൾ ലംഘിച്ചോ സഹോദരങ്ങളെ, അവിടെ അതിന്റെ ഒരു ദുരനുഭവം നമ്മൾ ജീവിതത്തിൽ പേറേണ്ടി വരും. അത് ലിബറലിസം എന്നൊക്കെ പറഞ്ഞാൽ കുറെ ആൾക്കാർ അവർ തോന്നിയാസങ്ങൾ ചെയ്തു കൂട്ടിയത് അതിങ്ങനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് സ്ത്രീയെ ചൂഷണം ചെയ്യാൻ അല്ലേ. സത്യത്തിൽ എന്താ ചെയ്യണത്? സ്ത്രീനോട് അവരുടെ ഹൗറത്ത് മറക്കണ്ടെന്നും അവരുടെ നഗ്നത വെളിവാക്കണമെന്നും കല്യാണം കഴിക്കണ്ടെന്നും ആരുമായി ലൈംഗിക ബന്ധമാകാന്നും ഡേറ്റിംഗ് അടുത്താണ്. ഇപ്പൊ കല്യാണമല്ല, ഇപ്പൊ ഒന്നിച്ച് ജീവിച്ചു നോക്കുക. 10 കൊല്ലമൊക്കെ 8 കൊല്ലമൊക്കെ ഒന്നിച്ച് ജീവിക്കുക. കഴിഞ്ഞ ദിവസം ന്യൂസ് വായിച്ചു, 9 കൊല്ലം ഡേറ്റിംഗ് നടത്തിയേക്കാം. ഏത് ഡേറ്റിംഗ് ആണ്? എന്താ പറയുക, കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നില്ല ടെസ്റ്റ് ഡോസ് ഒരു ഒന്നിച്ചിങ്ങനെ ജീവിക്കാം. 9 കൊല്ലം ഒരു ടെസ്റ്റ് ചെയ്തു, എന്നിട്ട് ഒരു അവസാനം തീരുമാനിച്ചു എന്നാ കല്യാണം കഴിക്കാം. എന്നിട്ട് 6 മാസം കഴിഞ്ഞപ്പോൾ ഡൈവോഴ്സായി. 6 മാസം കഴിഞ്ഞപ്പോൾ ഡൈവോഴ്സായി. സഹോദരങ്ങളെ, ഈ കല്യാണം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. തിന്നാൻ കൊടുക്കണം, ഭയങ്കര ഉത്തരവാദിത്തമാണ്. ഒരു മീസാക്കൻ ഖലീലാണ്. ആ പെണ്ണിനെ ഏറ്റെടുക്കുമ്പോൾ അവർക്ക് നൽകേണ്ട ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ തോന്നിയ ആളുമായിട്ട് ലൈംഗികം നടത്തുന്ന ഒരു സ്വതന്ത്ര ലൈംഗിക ചിന്താഗതിയല്ല സഹോദരങ്ങളെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് പരിപാവനമായ നിയമങ്ങളാണ്. അതുകൊണ്ട് ഇത് പ്രപഞ്ച സൃഷ്ടാവിന്റെ നിയമങ്ങളാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ കളിക്കുന്ന ഡാൻസും നമ്മുടെ സുംബ ഡാൻസ് എന്ന ഡാൻസ് ഉണ്ട്. ഈ സ്കൂളിൽ എല്ലാവരും സുംബ കളിച്ചണം. എന്തിനാ സുംബ കളിച്ചത്? ലഹരിയിൽ നിന്ന് മുക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ നിങ്ങൾ ഇങ്ങോട്ട് സുംബന്റെ റിഹേഴ്സലിന്റെ ഒരു വീഡിയോ കണ്ടു. മാഷന്മാർക്ക് സുംബ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാഷന്മാർക്ക് ട്രെയിനിങ്. എന്നിട്ട് മാഷന്മാർ നല്ല മ്യൂസിക് ഇട്ടിട്ട് സുംബ കളിച്ച. എന്നിട്ട് അതാണ് ഈ കുട്ടികളെ പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, പാട്ടും സുംബയൊക്കെ ലഹരിക്കെതിരെ എന്താണ് ഈ സുംബ കളിച്ചാൽ കിട്ടുക മനസ്സിലായി. അതായത് പണ്ട് അമേരിക്കയിലൊക്കെ ഈ കഞ്ചാവ് അനുവദിച്ചിരുന്നു. അതായത് MDM ഭയങ്കര ഡേഞ്ചറാണ്. അതുകൊണ്ട് എല്ലാവരും ഇനി കഞ്ചാവ് അടിച്ചോളി, എല്ലാവരും ഇനി കള്ളുടിച്ചോളി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആ ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. അതന്നെ യൂറോപ്പിൽ സംഭവിച്ചത്. ഇപ്പൊ അമേരിക്കയിൽ ഒരു വീട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കഞ്ചാവ് കുഴിച്ചിടാൻ പറ്റും, കഞ്ചാവ് നമുക്ക് ചെടിയായിട്ട് വെക്കാൻ പറ്റും, കഞ്ചാവ് എടുക്കാൻ പറ്റും, കഞ്ചാവ് അടിക്കാൻ പറ്റും. കാരണം എന്താ? അല്ലെങ്കിൽ MDMA അടിക്കുക. അത് അതിനേക്കാൾ അപകടമാണ്. അപ്പോൾ വലിയ അപകടത്തെ ചെറിയ അപകടം കൊണ്ട് നേരിടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഈ ജാതി എല്ലാ തോന്നിയാസങ്ങളും എന്നിട്ട് അത് സ്കൂളിലൊക്കെ പഠിപ്പിച്ച, എന്നിട്ട് അതിന് ട്രെയിനിങ് കൊടുക്കുക, അതിന് മാഷന്മാർ പോവുക, എന്നിട്ട് അതിങ്ങനെ വലിയ സംഭവമായിട്ട് പറയാം. സഹോദരങ്ങളെ, അതിനാണോ നമ്മൾ സ്കൂൾക്കാരനെ അയക്കണത്? അതിന് നമ്മൾ സ്കൂൾക്കാരനെ അയക്കണോ? അതിപ്പോ എല്ലാവരും അതല്ലെങ്കിലും കുട്ടികൾ പഠിച്ചും. അതിപ്പോ സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും കുട്ടികൾ ചാൻസ് ഇട്ടിയോടുന്നൊക്കെ സുംബ കളിച്ചും ചെയ്യും, സുംബ പഠിച്ചും ചെയ്യും, സുംബ അനുസരിച്ച് ചാടും ചെയ്യും. അതിപ്പോ സ്കൂളിൽ പഠിപ്പിച്ചേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് ഈ ലിബറലിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ ബലിക്ക് കേൾക്കാൻ പറ്റില്ല. ഇസ്ലാമിനോ മുസ്ലിങ്ങളോടുമാണ് ഫോബിയ ഉള്ളത്. അതെന്തുകൊണ്ടാണ് അറിയുന്നത്? അതെന്തുകൊണ്ടാണ്? കാരണം അത് അതിജീവിക്കുന്ന പ്രത്യയ ശാസ്ത്രമാണ്. അത് അല്ലാഹുവിന്റെ നിയമമാണ്. അതെല്ലാ ഇസങ്ങളെയും തകർത്തെറിയും. കാരണം അത് നിലനിൽക്കുന്നതാണ്. അതറിയാവുന്ന ആളുകളാണ് ഈ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു ബേജാറും ഈ വിഷയത്തിൽ നമുക്ക് വേണ്ടതില്ല. നമ്മൾ അള്ളാഹുവിന്റെ ആളുകളാണ്. പ്രപഞ്ച സൃഷ്ടാവായ ദൈവം തമ്പുരാന്റെ
ആ ആദർശത്തിന്റെ ആളുകളാണ് എന്ന ബോധത്തോടുകൂടി ആ ആദർശം പഠിക്കാനും അത് പ്രയോഗവൽക്കരിക്കാനും അത് പ്രബോധനം ചെയ്യാനും അതിലുണ്ടാകുന്ന പ്രതിസന്ധികളിൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ക്ഷമയോടെ മുന്നോട്ട് പോകാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ.